എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ആദ്യമായാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി ഓണാക്കി വെക്കുക. അതുപോലെ തന്നെ വീഡിയോ മുഴുവനായും കണ്ട ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയാണെങ്കിലും കമൻറ്റ് ചെയ്യാനും മടിക്കരുത്. അപ്പോൾ ഒരു മനുഷ്യനെ നമുക്ക് പറയാം, എന്തും അങ്ങ് പറയാമെന്ന് വിചാരിക്കരുത് അല്ലേ. പറയുന്ന വാക്കുകൾക്ക് കുറച്ചെങ്കിലും മാന്യത ഉണ്ടായിരിക്കണം. നമ്മൾ എത്ര ദേഷ്യപ്പെട്ട് സംസാരിക്കുമ്പോഴായാലും, ഇനി തെറി വിളിക്കാൻ തോന്നുമ്പോഴായാലും, ഒരു മനുഷ്യനെ തെറി വിളിക്കുകയാണെങ്കിൽ അത്രയ്ക്ക് ഇത്രയേ ഉള്ളൂ, ഓ തെറി വിളിച്ചു എന്നേ ഉള്ളൂ. പക്ഷെ അതിനേക്കാളും മോശമായിട്ടുള്ള ഒരു മനുഷ്യന്റെ ദൗർബല്യം എന്താണെന്ന് മനസ്സിലാക്കി ആ ഒരു ദൗർബല്യത്തെ ചൂണ്ടിക്കാണിച്ച് സംസാരിക്കുകയാണെങ്കിൽ അത് എത്രത്തോളം കഷ്ടതയാണ് എന്ന് ഓർത്തു നോക്കൂ. അതായത് സംഭവം നമ്മുടെ ഷാജിയും ഷെഫീന ബീഗവും തമ്മിലുള്ള പ്രശ്നം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇപ്പോൾ ഷെഫീന ബീവി എന്ന് പറയുന്ന ആ ഒരു സഹോദരിയാണെങ്കിൽ അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങളിൽ അവർ ഇടപെടാറുണ്ട്. അവർ ശരിക്കും സമൂഹത്തിൽ കാണുന്ന കൊള്ളരുതായ്മയ്ക്ക് നേരെ എപ്പോഴും വിരൽ ചൂണ്ടുന്ന ഒരു വ്യക്തിയാണ്. അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ അവർ എല്ലായിടത്തും തുറന്നു പറയും. അവർ തെറി വിളിക്കുന്നതിന് ഒട്ടും മോശമല്ല, അതുകൊണ്ട് അവർ തെറുത്താത്ത എന്ന് പലരും വിളിക്കുന്നുണ്ട്. അങ്ങനെ വിളിക്കുമ്പോഴും പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അവരെക്കാളേറെ തെറി വിളിക്കുന്ന ആളുകളുണ്ട്. പക്ഷെ അവരൊക്കെ സേഫ് ആയിട്ടാണ് നിൽക്കുന്നത്. അവരെ ഒന്നും ആരും ചൂണ്ടിക്കാണിക്കത്തുമില്ല, അവരുടെ ഒന്നും തെറികൾ ആരും കേൾക്കത്തുമില്ല. പക്ഷെ ഇവർക്ക് ഇങ്ങനെ ഒരു പേര് ചാർത്തി കൊടുത്തിട്ടുണ്ട് ചില യൂട്യൂബേഴ്സൊക്കെ. അതുകൊണ്ട് പിന്നെ അവരെ അങ്ങനെ തന്നെ അങ്ങ് ഇട്ടിരിക്കുകയാണ്. ശരിക്കും അവരെക്കാൾ ഏറെ വിളിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാം അവരെയൊക്കെ. അപ്പോൾ അതെന്തെങ്കിലും ആയിക്കോട്ടെ. പക്ഷേ ഞാൻ ഈ പറയുന്നതെന്ന് പറഞ്ഞാൽ ഷാജിയാണ്. ഷാജിയുടെ പുത്രനെ കൊണ്ട് ഷാജി ആ ഒരു പ്രായം പോലും നോക്കാതെ അവരെ തെറി വിളിപ്പിച്ചു എന്നത് പോട്ടെ, അത് അവിടെ കഴിഞ്ഞു. എന്തായാലും ആ ചെറിയ കുട്ടിക്ക് അറിയില്ല അവൻ ചെയ്ത തെറ്റ് എത്രത്തോളം വലുതാണെന്ന്. ആ കുട്ടിക്ക് അറിയില്ല, കാരണം അതിൻ്റെ ഉമ്മയാണ് കൂടെ നിന്ന് അതിനെ കൊണ്ട് അതൊക്കെ പറയിച്ചത്. അപ്പോൾ ആ കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം ഉമ്മ പറഞ്ഞു, കുട്ടി അനുസരിച്ചു, അത്രയേ ഉള്ളൂ. പ്രായപൂർത്തിയാവാത്ത കുട്ടിയാണ്. അപ്പോൾ ഇന്ന് അവരെ വിളിച്ചെങ്കിൽ നാളെ തള്ളയുടെ മുഖത്ത് നോക്കി വിളിക്കും. അത് അങ്ങനെയാണല്ലോ. അപ്പോൾ അത് അവിടെ നിൽക്കട്ടെ. ശരിക്കും പറയുകയാണെങ്കിൽ പിന്നീട് അതിന് ശേഷം ഈ പറയുന്ന ഷാജി ഒരു ലൈവിൽ ഒരു വരവ് വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പുള്ളിക്കാരത്തി പറഞ്ഞ വാക്കുകളുണ്ടല്ലോ, അതായത് ഷെഫീന ബീഗം എന്ന് പറയുന്ന സഹോദരിയുടെ വൈകല്യത്തെ ചൂണ്ടിക്കാണിച്ച് സംസാരിച്ചു. അതാണ് നമുക്കൊക്കെ ഒരു വിഷമം ഉണ്ടാക്കിയത്. ശരിക്കും ഇത്രയും നാൾ തോന്നിയതിനേക്കാൾ കൂടുതൽ ഒരുപാട് ദേഷ്യം തോന്നിയത് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ഷാജിയോട്. കാരണം വേറൊന്നും കൊണ്ടല്ല, അവരെ പലരും ഈ പറയുന്ന ഷാജിദയെ പലരും വട്ടെന്നും ഭ്രാന്തി എന്നൊക്കെയുള്ള വാക്കുകളൊക്കെ അവരുടെ കമന്റ് ബോക്സിൽ വന്ന് വിളിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. അവർ കമന്റൊക്കെ വായിക്കുമ്പോൾ അത് വായിച്ച് അവർ ക്ഷോഭിക്കുന്നതും കണ്ടിട്ടുണ്ട്. അത് സ്വാഭാവികമാണ്, അങ്ങനെ ഒരിക്കലും വിളിക്കാൻ പാടില്ല. ഈ പറയുന്ന അങ്ങനെ വിളിക്കുന്ന കമന്റ് ബോക്സിൽ വന്നിട്ട് അവരെ വട്ടെന്നും ഭ്രാന്തിയെന്നും വിളിക്കുന്ന കമന്റോളികൾ കേൾക്കാൻ വേണ്ടിയിട്ട് പറയുന്നതാട്ടോ. അങ്ങനെ ഒരിക്കലും വിളിക്കാൻ പാടില്ല. ശരീരമുണ്ടോ മനസ്സുമുണ്ട്. ശരീരത്തിന് രോഗം വരോ, മനസ്സിന് രോഗം വരും. ഇന്ന് അവർക്കാണെങ്കിൽ നാളെ നമുക്കായിരിക്കും. സാധാരണ എല്ലാ മനുഷ്യരിലും ഒരു ചെറിയ രീതിയിൽ സൈക്കി പ്രോബ്ലം ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് മനുഷ്യൻ ചില സമയങ്ങളിൽ വയലന്റ് ആവുന്നതും ചെയ്യാൻ പാടില്ലാത്തതൊക്കെ ചെയ്തു കൂട്ടുന്നതും. അത് എല്ലാ മനുഷ്യർക്കും ഉള്ളത് തന്നെയാണ്. ചിലർക്ക് ഒരു സ്വല്പം കൂടുതലായിട്ട് വരുമ്പോൾ അവർ മെഡിസിൻ കഴിക്കേണ്ടി വരുന്നു, അത്രയേ ഉള്ളൂ. അതിനൊക്കെ അവരെ ഭ്രാന്തി എന്നും വട്ടത്തി എന്നും ഒക്കെ വിളിക്കുന്ന നിങ്ങളൊന്ന് ഓർക്കേണ്ടത്, നാളെ നിങ്ങൾക്ക് ഇതൊന്നും ഉണ്ടാവില്ല എന്ന് ഉറപ്പാണോ? നിങ്ങളുടെ തലമുറയ്ക്കുണ്ടായാലും നിങ്ങൾ എന്ത് ചെയ്യും? അപ്പോൾ അത്തരത്തിലുള്ള വൃത്തികേടുകളെ ഷാജിദയെ വിളിക്കുന്നവരടുത്ത് എനിക്ക് ഇതാണ് ചോദിക്കാനുള്ളത്. പക്ഷേ ഷാജിദ പറഞ്ഞ ചില കാര്യങ്ങൾ ഈ പറയുന്ന അതുപോലെ എനിക്ക് ചോദിക്കാനുള്ളൊരു കാര്യമാണ്. ഷെഫീന ബീഗത്തിൻ്റെ ഞൊണ്ടിക്കാലി എന്നും അവരുടെ ഇടുപ്പല്ല് ചവിട്ടി ഓടിച്ചതാണെന്നും അവർക്ക് ധൈര്യമുണ്ടോ എന്നെ പോലെ ഇതുപോലെ 2 സ്റ്റെപ്പ് നടന്ന് വന്ന് സംസാരിക്കാനുള്ള ധൈര്യമുണ്ടോ എന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിക്കുന്നത് കേട്ടപ്പോഴുണ്ടല്ലോ, ശരിക്കും വല്ലാത്ത വിഷമം തോന്നിപ്പോയി. വിഷമം മാത്രമല്ല, ഈ ഒരു ലേഡിയോട് ഭയങ്കര പുച്ഛമാണ് തോന്നിയത്. കാരണം ഒരു വ്യക്തിക്ക് അവർക്ക് പൈസ ചിലവാക്കിയാൽ അവരെ കാല് ശരിയാവുമായിരുന്നു എങ്കിൽ ഒരുപക്ഷെ അവരെ സഹായിക്കാൻ ഒരുപാട് പേര് മുന്നോട്ട് വന്നേനെ. അപ്പോൾ അതല്ലെങ്കിൽ അവരെന്നേ അതിന് ശ്രമിക്കുമായിരുന്നു. അപ്പോൾ ഒരു വൈകല്യമുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ അറിയൂ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും എത്രത്തോളമാണെന്ന്. നിങ്ങൾക്ക് എന്ത് വേണേലും അവരെ പറയാമായിരുന്നല്ലോ. നിങ്ങൾ അവരുടെ മക്കളെ വരെ പറയുന്നുണ്ട്. അതിനൊന്നും അവർ വലുതായിട്ട് മൈൻഡ് ചെയ്യാനൊന്നും പോകുന്നില്ല. സിമ്പിളായിട്ടുള്ള വാക്കിൽ മറുപടി വരികയാണ് ചെയ്യുന്നത്. പക്ഷേ നിങ്ങളിവിടെ ചെയ്തതെന്ന് വെച്ചാൽ അവരുടെ വൈകല്യത്തെ, അവരെ ഞൊണ്ടിക്കാലിയെന്നും അവർ നടന്ന് കാണിക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് ചലഞ്ച് ചെയ്യുന്നത് പോലെയൊക്കെ സംസാരിച്ചത് കേട്ടപ്പോൾ ഒരുപാട് ദേഷ്യം നിങ്ങളോട് തോന്നി. ശരിക്കും നിങ്ങളുടെ ഉമ്മയെ നിങ്ങൾ തെറി വിളിച്ചപ്പോൾ പോലും ഇത്രയേറെ തോന്നിയിട്ടുണ്ടായിരുന്നില്ല. കാരണം വേറൊന്നും കൊണ്ടല്ല, നിങ്ങൾ ഉമ്മയും മോള് എന്നെങ്കിലും പറയാം. ഇതിപ്പോൾ ആരെയാണെങ്കിലും, ഇപ്പോൾ ഉമ്മയെ നിങ്ങൾ തെറി വിളിക്കുന്നത് നല്ലതാണെന്നല്ല പറയുന്നത്, അതും വളരെ മോശം തന്നെയാണ്. പക്ഷേ ഈ ഒരു വ്യക്തിയുടെ വൈകല്യത്തെയാണ് നിങ്ങൾ അവിടെ എടുത്തു പറഞ്ഞത്. ഷാജിദ ആദ്യം ഒരു കാര്യം ഓർക്കണം, ഷാജിദ ഇന്ന് 2 കാലിൽ ഓടിച്ചാടി നടക്കുന്നുണ്ട്. നാളെയും അത് അങ്ങനെ തന്നെ ഉണ്ടാവണമെന്ന് യാതൊരു വിധ നിർബന്ധവും ഇല്ല. ചെറുതായിട്ടൊന്ന് കാലൊന്ന് വഴുതിയാൽ മതി, മാസങ്ങളോളം കിടന്നു പോകാനായിട്ട്. കാലിൻ്റെയൊക്കെ എല്ലൊന്ന് പൊട്ടിയാൽ മതി.
കൂടുതലൊന്നും പറയണ്ടല്ലോ, ലിഗമെന്റ് ഒന്ന് വലിഞ്ഞാൽ മതി, നീ 1.5 മാസം കിടന്ന കിടപ്പിൽ കിടക്കേണ്ട അവസ്ഥ വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിനക്ക് ചുറ്റും ഇരിക്കാൻ ഈ പൊടി മക്കൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആദ്യം നീ ഒരു കാര്യം മനസ്സിലാക്കുക. അതല്ലെന്നുണ്ടെങ്കിൽ നിന്റെ ഉമ്മച്ചിയും കാണുമായിരിക്കും നിന്റെ അടുത്തിരിക്കുക. എത്ര ക്രൂരെന്ന് പറഞ്ഞാലും ദുഷ്ടയെന്ന് പറഞ്ഞാലും എന്തെന്ന് പറഞ്ഞാലും ഒരാപത്ത് വരുമ്പോൾ അവിടെ പെറ്റുമ്മ ഓടി വരും. അതങ്ങനെയാണ്. പക്ഷേ ഇനിയിപ്പോൾ നിന്റെ ഉമ്മ വന്നാലും വന്നില്ലെങ്കിലും അവരെ തെറി പറയാനോ കുറ്റം പറയാനോ ഒന്നും പറ്റില്ല. അമ്മാതിരി അപരാധമല്ലേ നീ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഉമ്മയുടെ ജട്ടി ഡാൻസ് വരെ കാണിച്ചിട്ടുള്ളൊരു മോളാണ്. പിന്നെ പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ആരുടെയും ജീവിതം ഈ ഭൂമിയിൽ ശാശ്വതമല്ലെന്ന് മനസ്സിലാക്കുക. കയ്യിൽ 10 പുത്തൻ കിട്ടിയെന്ന് പറഞ്ഞ് ഇത്രയേറെ അഹങ്കരിക്കേണ്ട കാര്യമൊന്നുമില്ല ഷാജിദയുടെ കാലോ കയ്യോ ഒന്ന് തിറമ്പിക്കഴിഞ്ഞാൽ തീരാവുന്നതേ ഉള്ളൂ. ഈ യൂട്യൂബ് ചാനലും അഹങ്കാരവും എല്ലാം ഒരു 10 ദിവസം വീഡിയോ ഇടാതിരിക്കുമ്പോഴത്തേക്ക് ചാനലിൻ്റെ റീച്ച് കുത്തനെ താഴേക്ക് പോകും. ഇതേക്കുറിച്ചൊക്കെ അറിയാവുന്ന എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് ഇത്രയേറെ അഹങ്കരിക്കേണ്ട കേട്ടോ. തറയിൽ നിൽക്കുമോളെ, എത്ര ഉയരത്തിൽ പോയാലും സമ്മാനം മേടിക്കാൻ താഴോട്ട് വരേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഇത്രയ്ക്ക് അഹങ്കരിക്കേണ്ട. എന്തായാലും നമുക്ക് ഷാജിദയുടെ ആ വീഡിയോ ക്ലിപ്പ് ഒന്ന് കണ്ടിട്ട് വരാം കേട്ടോ. ആർക്കാണ് വട്ട്? അവളുടെ അമ്മായിക്ക് വട്ട്. അവളുടെ അമ്മായിക്ക് വട്ട്. ഈ ലോകത്ത് എല്ലാവർക്കും വട്ടുണ്ട്. കുറേശ്ശെ എല്ലാവർക്കും വട്ടുണ്ടാവും. കാരണം എന്താ പറയാ, ജീവിക്കണ്ടേ, ജീവിക്കാൻ വേണ്ടിട്ട് ഓരോരു വട്ട് കാണിക്കും അല്ലേ? അല്ലെങ്കിൽ ടെൻഷൻ കയറ്റി നിന്റെ ശരീരം ഇല്ലാണ്ടാക്കുന്നല്ലാണ്ട് ഞാൻ ഇവിടെ തളരാനോ തകരാനോ പോണില്ല. എന്റെ പഠിച്ചവൻ എന്റെ കൂടെ ഉള്ളിടത്തോളം കാലം ഷാജി എന്നും ടോപ്പിൽ നിൽക്കും. അത് മതി എനിക്ക് എന്റെ മക്കൾ. പിന്നെ നീ കുറെ എന്റെ മക്കളുടെ ചൈൽഡ് എന്താണ് എന്റെ ചൈൽഡ് വിഷയം എന്താ അതെനിക്ക് അറിയില്ല. സംഭവം എനിക്ക് അറിയില്ല. ഞാൻ കുറെ അവള് ഫസ്റ്റ് എനിക്ക് എന്താ എന്റെ കുട്ടികളുടെ സെക്ഷൽ ഹരാസ് എന്റെ കുട്ടികളെ തൊട്ടിട്ടില്ലടി, എന്റെ കുട്ടികളെ തൊടില്ലടി, തൊട്ടാ വിവരം അറിയും. പിന്നെ ആ സ്കൂളിനെയും ആ മദ്രസ ആ യത്തീംഖാനനെയും കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷാജിന്റെ അനുഭവം അല്ല, അവിടെ അനുഭവിക്കുന്ന മക്കളുടെ കാര്യമാണ് പറഞ്ഞത്. ആ മക്കൾക്ക് നീതി കിട്ടി. ആ പ്രിൻസിപ്പളിനെ അവിടെ നിന്ന് ഒഴിവാക്കി. എന്താണ് എന്റെ വലിയ ആ കുണ്ടൻ പ്രിൻസിപ്പളിനെ അവിടെ നിന്ന് ഒഴിവാക്കി മോളെ. എടി അത് കുണ്ടനടി. അവനിക്ക് പെണ്ണുങ്ങൾ വേണ്ട, ആണുങ്ങൾ മതി. അതും 70 വയസ്സായ കിളവൻ. അവനൊക്കെ എന്ത് ചെയ്യണം? ഞാൻ അവനെ പബ്ലിക്കിന്റെ മുന്നിൽ കൊണ്ടുവരാത്ത എന്താണെന്നറിയോ? അയാൾക്ക് എന്തോ 2 പെൺകുട്ടികളുണ്ട്, 2 പെൺകുട്ടികളുടെ മക്കളുണ്ട്, ഭർത്താക്കന്മാരുണ്ട്. അവരെ നമ്മൾ ആ ഉമ്മാനെ, അയാളെ ഭാര്യ എന്ന് പറയുന്ന സ്ത്രീനെ നമ്മൾ മുന്നിൽ കൊണ്ടുവരരുതല്ലോ, അവരുടെ മാനം കെടുത്തരുതല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ഷാജി ഇപ്പോഴും ചെയ്യാത്തത്. എടി അവന്റെ ഇൻസ്റ്റാഗ്രാം ID അവനെ തന്നെ പറയുള്ളൂ, അയാൾക്ക് റെസ്പെക്റ്റേ ഇല്ല. അവന്റെ ഇൻസ്റ്റാഗ്രാം ID, അവൻ ചെയ്ത പോസ്റ്റുകൾ, അവൻ ചെയ്ത ഷെയർ, അതുപോലെ തന്നെ അയാൾ പഠിപ്പിച്ച പഠിപ്പിനൊന്നും ഒരു വെളിയിലിടും. എന്ത് ഉസ്താദ്മാരി അതുപോലെ മുൻഷി ഇങ്ങനെയുള്ള പഠിപ്പുള്ള ആൾക്കാരുടെ ഒരു റെസ്പെക്ട് ഷാജിക്ക് ഉണ്ടായിരുന്നു. അവനിലൂടെ ആ റെസ്പെക്ട് പോയി. കാരണം എല്ലാവരും അങ്ങനെ പറയുന്നില്ല കേട്ടോ. എത്രയോ നല്ല ഉന്നത ആൾക്കാർ, നല്ല പഠിപ്പ് വിദ്യാഭ്യാസം, അവർ പഠിച്ച പഠിപ്പിന് അവർ മക്കളെ നോക്കുന്നതും അവരുടെ ഭാര്യമാരും വേറുള്ളതും പഠിപ്പിക്കുന്ന മക്കളെ നോക്കുന്നതിന് അടിപൊളി 100% മാർക്ക് കൊടുക്കാൻ പറ്റിയ ഉസ്താദ്മാരുണ്ട്. അതെനിക്ക് ഈ യത്തീംഖാനയിലും കണ്ടവരിൽ ഇപ്പൊ ആ പ്രിൻസിപ്പളായി വന്നിട്ടുള്ള ആ മനുഷ്യനെ എനിക്ക് മര്യാദ കൊടുക്കാൻ എനിക്കറിയും. എടി എന്റെ വാക്കുകൊണ്ട് പ്രിൻസിപ്പളിനെ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ അയാളുടെ അടുത്ത് തെറ്റില്ലെങ്കിൽ പിന്നെ എന്തിനാണ് അവർ മാനേജ്മെന്റ് അവരെ ഒഴിവാക്കേണ്ട ആവശ്യമില്ലല്ലോ. അവർ തുറന്നു കൊണ്ടുപോയിരുന്നല്ലോ. എന്തുകൊണ്ട് ഒഴിവാക്കി? എന്തുകൊണ്ട് ഇത്രയും ആൾക്കാർ അവിടെ TC വാങ്ങി പോയി? എടി TC വാങ്ങിയ ആൾക്കാരൊക്കെ എന്നെ വിളിച്ച ആൾക്കാരാടി. അപ്പൊ അത്രയും ആൾക്കാർ അവിടെ TC വാങ്ങി പോകണമെന്നുണ്ടെങ്കിൽ അവിടെ എന്താ നടക്കുന്നത്? പിന്നെ ഷാജിന്റെ മക്കളെ ഒരുത്തിയും തൊട്ടിട്ടില്ലടി. എടി ഷാജി ആ യത്തീംഖാനയ്ക്ക് പോണതിന് മുന്നേ യൂട്യൂബറാടി 25,000 സബ്സ്ക്രൈബർ ഉണ്ടായിരുന്നത്. പിന്നീട് ഷാജി പിന്നെ വച്ചരി കയറിയിട്ടുണ്ടായിരുന്നത്. പിന്നെ നിന്നീ പറയുന്ന ഈ ലക്ഷങ്ങൾ, നീ 10,000, 100, 500 നീ കെഞ്ചുമ്പോൾ, മറ്റുള്ളവർ മുന്നിൽ കെഞ്ചുമ്പോൾ ഷാജി ലക്ഷങ്ങൾ കണ്ടത് കെബീറിന്റെ കൂടെ പോയിട്ട് കെബീർഖാന്റെ കൂടെ 15 വർഷക്കാലം താമസിച്ച് ഒരുത്തന്റെ ബ്ലഡിൽ 5 മക്കൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരുത്തന്റെ നിന്നെ പോലെ പല ആണുങ്ങൾക്ക് കടന്നു കൊടുത്തിട്ട് ഷാജി ഉണ്ടാക്കിയിട്ടില്ല. ഒരുത്തനെ കടന്നു കൊടുത്തിട്ട് 5 എണ്ണത്തിന് ഉണ്ടാക്കിയിട്ടുണ്ട്. അന്തസായി ഷാജി പോയിട്ടുണ്ട്. നിന്നെ പോലെ എന്താണ് ഹിന്ദിക്കാരനും ഇംഗ്ലീഷുകാരനും വേറുള്ളവനും വേറൊരു നാട്ടിൽ പറയണം വേറെ. എടി നിന്നെ പോലെ മുസ്ലിം, നീ എന്തിനാണ് മുസ്ലിം? നിന്റെ അവനെ മുസ്ലിം, ഞങ്ങളുടെ മുസ്ലിം ഇതിലേക്ക് നീ കൊണ്ടുവരേ വേണ്ട. നീ കൊണ്ടുവരുന്ന എന്തിനാ നീ കളിക്കുന്നത് ഞങ്ങൾക്കറിയാം. നീ ഇതിന് മുന്നേ നബിന്റെ ഭാര്യമാരിനെ വേശികൾ എന്ന് വിളിച്ചവരാണ് നീ. വേശികൾ എന്ന് വിളിച്ച് നിന്റെ വീഡിയോസ് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് കണ്ടോണ്ടിരിക്കുന്നവരാണ് ഫേസ്ബുക്കിലും യൂട്യൂബിലും. ഇതാരെ കുറിച്ച് പറയുന്നത് ബുദ്ധിയുള്ളവർക്ക് കണ്ടാൽ മനസ്സിലാവും, ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാവും ബുദ്ധി. നമ്മുടെ നബിനി പഠിച്ചോനി എങ്ങനെയൊക്കെ അവള് വെളുത്ത് മാറിയിട്ടുണ്ടെന്ന് അവളുടെ പഴയ വീഡിയോ അവളുടെ അക്കൗണ്ട് പോയിട്ടുണ്ടെങ്കിൽ എന്താ അവളുടെ അക്കൗണ്ട് എന്റെ ഇക്ക കാണിച്ചിട്ടുണ്ട്. അവൾ തെമ്മാടത്തിന് ചെയ്തിട്ട് അവൾ ഓരോ വീഡിയോസ് ചെയ്യുന്നതിന് എന്റെ ഇക്ക എനിക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഷാജി ഇത് നോക്കി ഒഴുത്തി കടന്നു വെലസുണ്ട് യൂട്യൂബിൽ ഇൻസ്റ്റയിൽ ഇതിൽ വേണ്ടി ഞാൻ നോക്കിയപ്പോൾ അവളുടെ അക്കൗണ്ടിൽ അവൾ അവൾ വലിയ മുസ്ലിം, അവൾ മുസ്ലിമായി ജനിച്ചത് തെറ്റാണ്. അവൾ നമ്മുടെ ഇതിൽ പഠിച്ചോനെ അവൾ എന്തിനാ ഇതിൽ കൊടുക്കുന്നത്? അവൾ ഒരിക്കലും അങ്ങനെ ആവാൻ പാടില്ല. അവൾ എന്നിട്ട് അവൾ എന്റെ നാട്ടിൽ വന്നിട്ട് അവൾ എനിക്ക് പോകണം. എടി എന്റെ നാട്ടിൽ വന്നിട്ട് എടി മഹലത്തിൽ നിന്ന് എന്റെ നാട്ടിൽ ഒഴിവാക്കിണെങ്കിൽ എങ്ങനെ എന്റെ മഹലത്തിൽ എത്തിങ്ങാനും മക്കൾക്ക് ചേർത്താൻ അവർ ഇപ്പൊ ഈ കഴിഞ്ഞ മാസം എനിക്ക് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി തരാം. മഹലത്തെ സെക്രട്ടറി എനിക്ക് ഒപ്പിട്ടാന്നുണ്ട്. എങ്ങനെയാണ് എന്റെ മഹലത്തിൽ ഒഴിവാക്കി എനിക്ക് അങ്ങനെ? എടി നിന്നെ പോലെ തിരുവനന്തപുരത്ത് നിന്ന് നിന്നെ ആട്ടി ഓടിച്ച് കോട്ടയം ജില്ലയിൽ നീ ഒളിച്ചു കളയുന്ന മോളെ അവിടുത്തെ അല്ല പാലക്കാട് ഷാജി വ്യത്യാസമുണ്ട്. ഓക്കെ, പാലക്കാട് വന്നിട്ട് നീ എന്റെ വീട്ടിൽ എന്റെ ഉമ്മാനെ അനിയത്തിനെ കുണയ്ക്കാൻ കിട്ടിയിട്ട് എന്തേടി നീ വീഡിയോന്റെ മുന്നിൽ കൊണ്ടുവന്നില്ല? ഇന്റർവ്യൂ എടുക്കായിരുന്നില്ല നീ? അവർ പറഞ്ഞ സത്യങ്ങളൊക്കെ ഒന്ന് പുറത്തു കൊണ്ടുവരുന്നില്ല മോളെ. എന്തേ നീ കൊണ്ടുവന്നില്ല? നിനക്ക് ഇന്റർവ്യൂ കാലില്ലാത്തവളെ ഇട്ടിപ്പോ തല്ലി ഒടിച്ചാലടി ഗൾഫത്തെ ആൾക്കാർ ദുബായിത്തെ ആൾക്കാർ നിന്നെ തല്ലി ഒടിച്ചിട്ട് നീ നാട്ടിലേക്ക് വന്നതല്ലേ? ഇപ്പൊ നീ കാറിന്റെ ഉള്ളിൽ അനങ്ങാൻ വയ്യാണ്ടല്ലേ ഇരിക്കുന്നത്? കാറിന്റെ ഉള്ളിൽ നിനക്ക് എന്നെ പോലെ നടന്ന് പണിയെടുക്കാൻ നീ എന്നെ പണിയെടുത്ത് ജീവിക്കും. എന്നെയും തനുജന് വേറെ ആൾക്കാരെ പണിയെടുത്ത് എടി നീ പണിയെടുക്കടി മൂദേവി ഫസ്റ്റ്. എന്നിട്ട് ഞങ്ങൾ അന്തസായി പണിയെടുത്തിട്ട് ജീവിക്കുന്നത്. ഈ യൂട്യൂബിൽ നിന്നെ കാറിന്റെ ഉള്ളിൽ കുണയ്ക്കുന്ന പോലെ അല്ലേ ഞങ്ങൾ രാപ്പകലിലാണ് നടക്കുന്നത്? ഞാൻ എന്റെ ഈ മക്കളെ കൊണ്ട് രാപ്പകലില്ലാണ്ട് നടന്നിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. നിന്നെ കൊണ്ട് പറ്റൂടി? നിന്നെ കൊണ്ട് കാറിലിരുന്ന് കുണയ്ക്കാൻ എന്നെ പറ്റുള്ളൂ? നിന്റെ കാലോട് ഞാൻ ഇടുപ്പൊടി നടക്കണോടി. നീ ഇടുപ്പൊടി നിന്നെ ദുബായിൽ നിന്ന് ഇടുപ്പിന്റെ എല്ലാം ഒടിച്ച് നിന്റെ നാട്ടിലേക്ക് വിട്ടതല്ലടി. എന്നിട്ട് നീ അയാൾ എന്റെ കെട്ടിയോ മരിച്ചതിനെ കിടക്കുക. നിന്റെ കെട്ടിയോ നീറി അറ്റാക്ക് വന്ന് മരിക്കാൻ കാരണം എന്താടി മോളെ? അറ്റാക്ക് വന്നില്ല കാരണം എന്താ? അയാൾക്ക് നിന്റെ ഇമ്മാരി സാധനത്തിന്റെ കൂടെ അല്ലേ പടച്ചോനെ ജീവിക്കണ്ടായിരുന്നത്? അയാൾക്ക് അറ്റാക്ക് അല്ല വരിക.
എല്ലാം ആർക്കും വരും. പിന്നെ ഇപ്പൊ എല്ലാം കഴിഞ്ഞ് 23 വയസ്സായ ഒരു ചെറുക്കൻ്റെ കൂടെ നീ ജീവിക്കണ്ടല്ലോടി. എന്നെ പറഞ്ഞു, എന്നെ ഷറഫലിനി പറഞ്ഞു, എന്നെ ഷറഫലി എടി എനിക്ക് 32 വയസ്സായിട്ടുള്ളൂ. ഷറഫലിനി അവന് 23 വയസ്സായ ചെക്കൻ, നീ അവനെ എന്നെ കൂടി ചേർത്ത് കുറെ കോണം. എടി ഫ്രണ്ട്ഷിപ്പ് പറഞ്ഞാൽ നിന്നെ പോലെ കടന്നു കൊടുക്കുന്നതല്ല. നീ വിചാരിച്ചിട്ടുണ്ടാവും ഫ്രണ്ട്ഷിപ്പ് പറഞ്ഞാൽ കടന്നു കൊടുക്കുന്നത് മാത്രമാണ്. എന്നാൽ ഞങ്ങളുടെ ലിസ്റ്റിൽ ഫ്രണ്ട്ഷിപ്പ് അങ്ങനെ അല്ലടി. പ്രത്യേകിച്ച് കാസർഗോഡുകാരന്റെ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് നിന്നെ പോലെ നിന്റെ കോട്ടയോ അല്ലെങ്കിൽ നിന്റെ കോട്ടയം കാരണം ഞാൻ പറയില്ല കേട്ടോ, തിരുവനന്തപുരത്തെ നിന്റെ സ്വഭാവം അല്ലടി ഞങ്ങൾക്ക്. പിന്നെ നീ നിന്റെ ഉമ്മാനെയും നിന്റെ ഏടത്തിനെയും ഒക്കെ വിശദീകരിക്കുന്നുണ്ട്. നിന്റെ ഏടത്തിയൊക്കെ എപ്പോഴാണ് നിന്നെ അടിച്ചിറക്കി വിട്ടില്ലടി. തിരുവനന്തപുരം നാട്ടിൽ നീ ആ നാട്ടിലേക്ക് കാലുകുത്താൻ പറ്റോടി നിനക്ക്. എന്നിട്ട് അല്ല ഒന്നും വേണ്ട, നീ ഒന്ന് ആ കാറിൽ നിന്ന് ഇറങ്ങി നിന്നിട്ട് നടന്നിട്ടുള്ള ഒരു വീഡിയോ ഒന്നും ചെയ്യടി മോളെ. നിനക്ക് പോലീസുകാർ വരുമ്പോൾ മാത്രം നിന്റെ കാലിന് കൊണസ്റ്റ്, നിന്റെ കയ്യിൽ നിന്റെ ഇടുപ്പിനൊക്കെ കേട്, പോലീസുകാർ സ്റ്റേഷനിൽ പോകുമ്പോൾ നിന്നെ ഒടിഞ്ഞ് ചതിഞ്ഞിട്ട്, അല്ലെങ്കിൽ നിന്റെ കാലിലും ഇടുപ്പിനും മറ്റവൻ്റെ കൂടെ സുഖമായിട്ട് ജീവിക്കാനും നിനക്ക് വേറെ ഒന്നുമില്ലല്ലോ. നീ അനാവശ്യം പറയുമ്പോൾ ഷാജി അനാവശ്യം പറയില്ല. ഷാജിന്റെ അക്കൗണ്ടിൽ അമ്മായി, പിന്നെ ഷാജിന്റെ മകൻ നിന്നെ തെറി വിളിച്ചിട്ടുണ്ടെങ്കിൽ നിന്നെ തെറി വിളിച്ചിട്ടുണ്ടെങ്കിൽ അമ്മായി തെമ്മാടിത്തരാടി നീ കഴിഞ്ഞ കൊല്ലം എന്നെ പറഞ്ഞിട്ടാക്കിയത്. എനിക്ക് എന്നെ ഗർഭിണിയാക്കിയോളാടി, എന്റെ പെങ്ങളുടെ കൂട്ട് പിടിച്ചിട്ട് അവളുടെ കൂട്ട് പിടിച്ചിട്ട് എന്നെ ഗർഭിണിയാക്കിയ ഞാൻ അന്ന് നിന്നെ നോട്ട് ചെയ്താടി. അന്ന് നിന്നെ ഞാൻ നോട്ട് ചെയ്താ പടച്ചോനായിട്ട് എനിക്കൊരു അവസരം. പിന്നെ നീ പറഞ്ഞില്ല ഇപ്പൊ ദിവസം വിളിച്ചോണ്ടിരിക്കുന്ന കോട്ടയംകാരൻ. എടി കോട്ടയംകാരൻ വലിയപ്പടി എന്റെ ഉപ്പാനെക്കാട്ടി പറയണ്ടി. KFC മുതലാളിയാടി, 2-3 KFC നടത്തുന്ന മുതലാളിയാടി. പേരക്കുട്ടികളുണ്ട്. അയാൾ എന്നെ ഡെയിലി വിളിക്കുന്നത്. അയാൾ ഡെയിലി വിളിക്കണെന്തിനാ? നിന്റെ കാര്യം തുടങ്ങി വെച്ചാൽ മുതൽക്ക് നിന്റെ ഒരുപാട് സത്യങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അയാൾ വിളിക്കുന്നത്. അല്ലാണ്ട് നീ വിചാരിക്കണ പോലെ മറ്റേ പരിപാടിക്ക് വിളിക്കല്ലടി മോളെ. ഓക്കെ, ഷാജിക്ക് ആ പരിപാടിന്റെ ആവശ്യമില്ലടി. നിന്നെ പോലെ ചത്ത് എന്താ പറയാ അങ്ങനെ വേറ്റ് കടക്കല്ലടി ഷാജിക്ക് ബിസിനസ് മൈൻഡും വേറെ ഉള്ളതും വേറെ എന്റെ മക്കളെ പോറ്റുന്ന ആ മൈൻഡും മാത്രമേ ഉള്ളൂ. നീ പറയുന്ന പോലെ സെക്സ് മാത്രമല്ലടി ജീവിതം, സെക്സ് മാത്രം അല്ലടി ലൈഫ്. എനിക്കറിയാം എന്റെ ഉമ്മ 10-24 വർഷം കെട്ടിയോൻ ഉണ്ടായിട്ടെന്നല്ല ജീവിച്ചത്. എന്റെ ഉമ്മ ആരും കൂടെ നിരങ്ങാനും പോയിട്ടില്ല. എന്റെ ഉമ്മ അന്തസായിട്ട് 3 പെൺകുട്ടികളെ നോക്കിയത്. അതുപോലെ തന്നെ എന്റെ ഉമ്മ 24 വർഷം ആണുങ്ങളില്ലാണ്ട് ജീവിച്ചു. എന്ത് എന്റെ ഉമ്മ പെണ്ണല്ലേ? എന്റെ ഉമ്മക്ക് അങ്ങനത്തെ സംഭവങ്ങളൊന്നും വേണ്ടേ? അതുപോലെ തന്നെ 2 കൊല്ലമായിട്ട് എന്നെ കെട്ടിയോ മരിച്ചിട്ട് ഷാജി ആ മൈൻഡേ വിട്ട് കിടക്കടി. ആ മൈൻഡേ ഷാജിക്കില്ല. എന്താടി പുല്ല പിന്നെ നീ വർത്താനം പറയുന്നത്? എടി എന്റെ മകന്റെ കൂടെ റൂം എടുത്തിട്ട് നിന്റെ മകന്റെ കൂടെ കാറിൽ ഇരുന്നിട്ട് നീ കണ്ടവന്മാരുടെ അനാവശ്യം പറയുമ്പോൾ കണ്ടവരുടെ ഇതാക്കി. എടി എന്റെ മക്കളുടെ കാര്യം നീ പറഞ്ഞല്ലോ ചാനലിൽ അങ്ങനെ ഇങ്ങനെ 18 വയസ്സായിട്ടില്ല അങ്ങനെ ചെയ്യാൻ പോലെ ആണോടി? നിയമം നിനക്ക് മാത്രമേ അറിയുള്ളൂ. ഞങ്ങളെന്താ നിയമം പഠിക്കാത്തവളല്ലേ? നീ മാത്രം വലിയ മജിസ്ട്രേറ്റ്, നീ മാത്രം കുറെ വക്കീലിനെ കണ്ടിരിക്കണം, കുറെ പോലീസിനെ കുറെ. എടി ഞാനും കുറെ SP SI എല്ലാവരും കണ്ടോളാടി. എടി നിന്നെ പോലെ ഒറ്റയ്ക്ക് ഞാൻ പോരുന്നത്. എടി നിന്നെ പോലെ കണ്ടവന്മാരെ കൂട്ട് പിടിച്ചിട്ടല്ല ഷാജി പോരുന്നത്. ഇപ്പൊ ഈ പറഞ്ഞ DHS ഞാനും ഒറ്റയ്ക്ക് ഞാനും എന്റെ മക്കളാടി പൊരുതിയത്. അതിൽ ഷാജിക്ക് എന്നെ വിജയം ഉണ്ടായിട്ടുള്ളൂ. ഓക്കെ, എന്റെ മക്കളെ ഗവൺമെന്റ് സ്കൂളിൽ ചേർത്താനിരിക്കാനുള്ള വഴി നോക്കി. പക്ഷെ പഠിച്ചോനാടി വലുത്, അതിലും വലുത് സത്യം ഇവിടെ ഇല്ലടി. പിന്നെ നീ നബിന്റെ എടി നബി ഇവിടെ എന്തൊക്കെയാന്ന് വിളിച്ചറിയില്ല. നബി 73 വയസ്സിലാണ് സുന്നത്ത് കല്യാണം കഴിച്ചത്. എടി മോളെ പറയാൻ അറിയുമുണ്ടാണ്ട് വീട്ടിൽ നബിന്റെ ചരിത്രം നീ പഠിച്ചിട്ടില്ലെങ്കിൽ പിന്നെ അത് പറയരുതടി. എന്താണ് നിനക്ക് നബിനെ കുറിച്ച് അറിയാം? എന്താണ് നബിന്റെ അനുയായികളെ കുറിച്ച് നിനക്ക് അറിയാം? നബി എന്ന വാക്കുച്ചരിക്കാൻ നിനക്ക് യോഗ്യത ഉണ്ടടി. യോഗ്യത പറയുന്ന സംഭവം ഉണ്ട് നിനക്ക്. നബിന്റെ ഭാര്യമാരിനെ നീ കുറെ വേശികളാണ് അങ്ങനത്തോളാണ് ഇങ്ങനത്തോളം. എടി നീ ആടി ആ കാറ്റഗറിയിൽപ്പെട്ടത്. എന്റെ നബിന്റെ ഭാര്യമാരും ബീവിമാരും അല്ലടി നബിന്റെ അനുയായികളായ ആ പരമ്പരയിൽപ്പെട്ട ആൾക്കാരല്ലടി നിന്റെ പരമ്പരയിൽപ്പെട്ട ആൾക്കാരാണ് ആ സംഭവം. അപ്പൊ നീ നബിന്റെ അനുയായികളെ നബിന്റെ ചര്യ പിൻപറ്റി ജീവിക്കുന്ന ഞങ്ങളെ നീ പറയാൻ ആളല്ലടി. ഓക്കെ, നബിനെ കുറിച്ചിട്ടും ഞങ്ങൾ 1ാം ക്ലാസ് മുതൽ ഞങ്ങൾ 8-9 വരെയൊക്കെ മദ്രസ പഠിച്ചത്. നിന്നെ പോലെ പുല്ലത്തി സുന്നത്ത് വലിയ കുട്ടികളായിട്ട് കഴിക്കണമല്ലേ ഞങ്ങൾ പഠിച്ചിരിക്കുന്നത്. ജനിച്ച ഉടനെ തന്നെ കുട്ടികളെ സുന്നത്ത് കഴിക്കണം എന്നാണ് ഞങ്ങൾ പഠിച്ചിരിക്കുന്നത്. അപ്പോഴേക്കും ജനിച്ച ഉടനെ തന്നെ സുന്നത്ത് കഴിച്ചാലുണ്ടല്ലോ ആ കുട്ടികൾക്ക് വേദന സംഭവം അറിയില്ല മോളെ. 3 മാസം ആകുമ്പോൾ ഇപ്പൊ 40 കഴിയുമ്പോഴേക്കും ആ കുട്ടികളുടെ സംഭവങ്ങളൊക്കെ മാറിപ്പോയി. നിന്നെ പോലെ 18 വയസ്സ് 20 വയസ്സായിട്ട് സുന്നത്ത് കഴിക്കുമ്പോഴാണ് അവർക്ക് വേദന എന്താണെന്ന് അറിയുന്നത്. അല്ലാണ്ട് ഈ ചെറിയ പൈതങ്ങൾക്ക് സുന്നത്ത് കഴിച്ചാൽ ആ വേദന അറിയില്ലടി പുല്ലേ. അറിയില്ലെങ്കിൽ പോയി പഠിക്കടി. പോയി ബുക്ക് ഇങ്ങനെ കൊണാന്ന് അനാവശ്യം വിളിച്ച് പറയാണ്ട് നബിന്റെ ചരിത്രം എഴുതിയ ബുക്കുകളുണ്ട്, ഒന്ന് മേടിച്ച് ഇങ്ങനെ പഠിക്കടി. എന്നിട്ട് പിന്നെ നിന്റെ അനൂപ ഏതോ ഒരുത്തനുണ്ട്, അവനൊന്നും ഞങ്ങളുടെ മുസ്ലിം ഇതിലേക്കേ കൊണ്ടുവരണ്ട. ഞങ്ങളുടെ അല്ലെങ്കിലേ നിന്നെ കൊണ്ട് ഞങ്ങൾക്ക് മാനം പൊട്ടിയിരിക്കണം. ഇനി നിന്റെ അവനെയും കൂടി സുനം മുറിക്കാത്ത അവനെയും കൂടി ഞങ്ങളുടെ ഗ്രൂപ്പിലേക്ക് കൊണ്ടല്ലേ നീ? അതൊന്നും ഞങ്ങൾക്ക് താങ്ങില്ല മോളെ. അത് വേണ്ടടി. എന്തിനാടി നീ അവന്റെ കൂടെ അങ്ങനെ അങ്ങനെ പൊയ്ക്കടി? നീയേ വേണ്ടടി. നീയേ ഈ ഗ്രൂപ്പ് വിട്ട് പോടി. എന്തിനാടി മുസ്ലിങ്ങളുടെ വില പറയാനായിട്ട് ഉണ്ടാകുന്ന ജന്മമേ? നീ മുസ്ലിം എന്താണ് നമ്മുടെ ഇസ്ലാമിലേക്ക് ഒരുത്തരം കൊണ്ടെന്ന് പറഞ്ഞാൽ ഇസ്ലാമിലേക്ക് എന്തിനാ നീ ഒരുത്തരം കൊണ്ടുവരുന്നത്? ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാടി. നീ ഇവിടെയും കൂടി കുത്തിരിപ്പുണ്ടാക്കണം. എടി പുല്ലത്തി നീ പഠിച്ചത് എന്താടി? 18 വയസ്സ് കഴിഞ്ഞ് സുന. ഇത് നിന്റെ മക്കളുടെ സുന ആദ്യം പോയി മുറിക്കിരി മോളെ. 2 സുന മുറിച്ചില്ല. 2 കാറ്റഗറി പെട്ടതാണ്. ഒന്ന് ഹിന്ദിക്കാരന്റെ, ഒന്ന് വേറെ ഒരുത്തന്റെയാണ്. അവളുടെ ശരിക്കും കൃത്യന്റെ അന്യ മക്കള്. അതിൽ ഒന്ന് വേറെ ഒരുത്തന്റെ വന്ന് പറയും. എടി ഷാജിക്ക് ഒരേ ഒരു കെട്ടിയോന് അഹമ്മദ് കബീർ തുപ്പനാട്ട് പറമ്പിൽ ഹൗസ് 1 മൈൽ മണ്ണൂര്. അടി കബീർ എന്ന നൂറ് മുഹമ്മദിന്റെ 4ാമത്തെ മകൻ കബീറിന് ഉണ്ടായതാടി ഈ 5 മക്കള്. അതിന് 2009 ഷാജിനെ കല്യാണം കഴിച്ചിട്ട് 2023 സെപ്റ്റംബർ 24 എന്റെ കെട്ടിയോ മരിക്കുന്നത്. അതുവരെ ജീവിച്ച ജീവിതം നിന്നെ പോലെ കണ്ടവന്മാരെ നിരങ്ങിയിട്ടല്ലടി. ഓക്കെ, അന്തസായി ജീവിച്ചിട്ടുണ്ടെടി. ഇപ്പൊ ഞാൻ എല്ലാവരും പോകുന്നുണ്ടെങ്കിൽ, പണ്ട് ഞാൻ എന്റെ ഇക്കാനോടെ പോയിട്ടുണ്ടായിരുന്ന വഴികളൊക്കെ ഇപ്പൊ ഞാൻ ഒറ്റയ്ക്ക് സഞ്ചരിക്കുന്നുണ്ടെങ്കിൽ അത് എന്റെ മക്കളെ പോറ്റാൻ വേണ്ടിയിട്ടാണ്. പുല്ല നീ എന്റെ മക്കളെ എവിടെ കൊണ്ട് നിന്റെ ആടി എന്റെ മോൻ നിന്നെ കാണാൻ വെയിറ്റ് ചെയ്തിരിക്കും. എന്തേ നീ പാലക്കാട് വന്നിട്ട് ഞങ്ങൾക്കൊന്നും വന്നില്ല? എന്തേ ഞങ്ങൾ എന്റെ അനിയത്തിനെയും എന്റെ ഉമ്മാനെയും വിളിച്ചു വരുത്ത ടൈമിൽ നീ എന്തേലും എന്റെ മക്കളെ വിളിച്ചില്ല? ഞാൻ അവിടെ ഉണ്ടായിരുന്നു, ഞാൻ മണ്ണാക്കാട് വന്നിരിക്കും. നിനക്ക് എന്റെ മക്കളൊന്നും വിളിക്കാറുണ്ടടി. അതുപോലെ മിസ്റ്റർ ഗൈസ എനിക്ക് നിന്നോട് പറയണം. എന്താണ് മോനെ ഞാൻ കോൾ വിളിക്കുമ്പോൾ മാത്രം നീ നിന്റെ ക്ലിനിക്കിലുള്ള ആൾക്കാർക്ക് ഫോൺ കൊടുക്കുന്ന മോനെ? അത്രയ്ക്ക് പേടി മുട്ട വരയ്ക്കണേ. അത്രയ്ക്ക് മുട്ട വരയ്ക്കണമെങ്കിൽ എന്തിനാടാ പെണ്ണുങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞിട്ട് വീഡിയോ ഇടുന്നത്? എടാ നിനക്ക് നല്ലൊരു ജോലി ഉണ്ടല്ലോ, ആ ജോലി ചെയ്ത് ജീവിച്ചാൽ പോരാ. നിനക്ക് അങ്ങനെ ജീവിക്കണമെന്നുണ്ടെങ്കിൽ നിന്റെ കെട്ടുകളെയും മറ്റുള്ളവരുടെ മുന്നിൽ കൊണ്ടുപോകാറില്ല. നിനക്ക് തല്ലി കിട്ടിയാൽ നിന്നെങ്കിലേ ആ ഹോസ്പിറ്റലിൽ നിന്റെ മാനേജറോട് ഞാൻ സംസാരിച്ചു. ആ മാനേജർ പറഞ്ഞു പാവം അയാൾക്ക് അറിയില്ല, ഒരു അക്കൗണ്ട് ഉള്ളത് അറിയാം, ഇവൻ യൂട്യൂബ് ചാനൽ വീഡിയോ ഇടുന്ന അറിയാം, പക്ഷേ ഇവന്റെ കണ്ടന്റ് എന്താണെന്ന് അയാൾക്ക് അറിയില്ല, ഞാൻ കാണില്ല മോളെ. എന്നിട്ട് പറഞ്ഞു ഞാൻ വിളിച്ചത് ഇന്നപോലെ പാലക്കാട് സ്റ്റേഷനിൽ അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് വിളിച്ചത്. അപ്പൊ അയാൾ കഥകളൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട്
അത് കഴിഞ്ഞിട്ട് അവന് ഞാൻ കുറേ പ്രാവശ്യം അവൻ എന്റെ വോയിസ് ആണെന്ന് അറിഞ്ഞതും അവൻ വേഗം കട്ടാക്കി ഓടി. എടാ പുല്ലം കൈസേ നിനക്ക് എന്തിന്റെ കേടാണ് മോനെ, നീ അത്ര ആണായി ജനിച്ചവൻ, അത്ര അന്തസ്സുള്ള ആണെങ്കിൽ എന്റെ കോൾ നീ അറ്റൻഡ് ചെയ്യും, എന്നിട്ട് എന്നോട് നീ സംസാരിക്കും. എന്തുകൊണ്ടാണ് എന്റെ വോയിസ് കേൾക്കുമ്പോൾ നീ കട്ടാക്കി പോകുന്നത്? എന്തിനാണ് നീ കട്ടാക്കി പോകുന്നത്? നിനക്ക് അത്ര മുട്ട വരയ്ക്കണടാ. എടാ മുട്ടയ്ക്ക് വരില്ലാത്തവനെ നീ പിന്നെ എന്തിനാണ് ഈ പഠിക്കുന്ന കണ്ട പെൺകുട്ടികളെ, കണ്ട ഭർത്താക്കന്മാർ മരിച്ച പെൺകുട്ടികളെ പിന്നാലെ നടന്നുണ്ടാക്കണം നീ. ഞങ്ങൾക്ക് നല്ല ആമ്പിളേണ്ടാ, കൈയിന്റെ ചൂട് നന്നായിട്ട് അറിയണം നീ. എടാ ആമ്പിളേർ മാത്രമല്ല പെണ്ണുങ്ങൾ, ഞാൻ എന്റെ കൈയിന്റെ ചൂട് നീ നന്നായിട്ട് അറിയും, എന്റെ ഈ കൈയിന്റെ ചൂട് നീ നന്നായിട്ട് അറിയും മോനെ. എന്റെ മക്കളെ മറ്റേ നീ വലിച്ചഴിച്ച് നീ വീഡിയോ ചെയ്ത എടാ നിന്റെ ക്ലിനിക്കിൽ നീ അവൻ ആദ്യം കോൾ എടുക്കുക, എന്റെ വോയിസ് ആണെന്ന് കേൾക്കുമ്പോൾ അടുത്തേക്ക് കോൾ കൊടുക്കുക. നിന്റെ കൈസ് ഇവിടെ ഇല്ല, കൈസ് അപ്പുറത്താണ്, കൈസ് ചായ കുടിക്കാൻ പോയി, കൈസ് മറ്റേ പോയി. എന്തിനാണ് കൈസ നിന്റെ നമ്പർ അല്ലടാ, നിന്റെ നമ്പർ അല്ലടാ കൈസ, നിന്റെ നാട്ടുകാർ തന്ന നമ്പറാണ് കൈസ. എന്താണ് നീ വാതിലടിച്ചിട്ട് മിണ്ടാണ്ടിരിക്കുന്നത്? ഹോസ്പിറ്റലിൽ പണിക്ക് പോകുന്നുണ്ട്, നീ പുറത്തിറങ്ങി ഇറങ്ങുന്നുണ്ട്, അതിന് ഞങ്ങൾ എന്താക്കണം കൈസ? എടാ നിനക്ക് പൈസ വേണമെന്നുണ്ടെങ്കിൽ വേറെ കുറെ പണി ഞാൻ പറഞ്ഞുതരാം, നല്ല അടിപൊളി പണി നിനക്ക് ഞാൻ പറഞ്ഞുതരാം. നീ എന്നെ പേഴ്സണലായിട്ടൊന്ന് വിളിക്കും, ഓക്കെ? ഞാൻ എന്തായാലും പബ്ലിക് ആയിട്ട് നിന്നോട് പറയുന്നില്ല, പേഴ്സണലായിട്ടൊന്ന് വിളിച്ചാൽ നിനക്ക് പറ്റിയ പണി അടിപൊളിയായിട്ട് മാസം ഇത്ര പെട്ടെന്ന് പൈസ ഉണ്ടാക്കാൻ ഞാൻ പറഞ്ഞുതരാം. എടാ പുല്ല, ഇങ്ങനെയൊക്കെ പെണ്ണുങ്ങളുടെ ഇതൊക്കെ കൊണ്ട് തിന്നിട്ട് നിന്റെ ഭാര്യയും കുട്ടികൾക്ക് നീ തിന്നാൻ കൊടുത്തിട്ട് നിന്റെ കുട്ടികളായിട്ടില്ല, അപ്പോൾ കല്യാണം പുതിയ പുതുമോടിയാണ്, അപ്പോൾ നിന്റെ ഉമ്മാക്കും ഉപ്പാക്കും നീ കാരോ ഉള്ളത് അവർക്കൊക്കെ നീ തിന്നാൻ കൊടുത്താൽ ദഹിക്കില്ലടാ. എടാ ദഹിക്കില്ലടാ അവനെ. ഹോസ്പിറ്റലിൽ നല്ലൊരു പണിയില്ല, ആ പണി ചെയ്തിട്ട് മുണ്ടാട് മൂടിയിട്ട് വീട്ടിൽ ഇല്ലെങ്കിൽ നീ യൂട്യൂബ് ചാനൽ കൊണ്ട് നടന്നടാ. യൂട്യൂബ് ചാനലിൽ നിന്റെ വിശദീകരണങ്ങൾ നിന്റെ വിവരങ്ങൾ വെച്ചിട്ട് നീ വീഡിയോ ഇടാ. ആണെങ്കിൽ നീ അങ്ങനെ നീ റിയാക്ഷൻ വീഡിയോസ് എന്ന് പറഞ്ഞിട്ട് ഇരിക്കണവനെ. നീ പെണ്ണ് എന്റെ ഉമ്മാക്ക് വിളിച്ച് അത്രയും ധൈര്യത്തിൽ നീ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് എന്നോട് വിളിച്ച് സംസാരിക്കും? എന്തുകൊണ്ട് എന്റെ മോൻ വിളിക്കുമ്പോൾ നീ കട്ടാക്കി വന്നത്? എന്താണ് കൈസേ? എന്താണ് നിന്റെ റെക്കോർഡ് എന്താ സംസാരിച്ചത്? എന്റെ അടുത്ത് നിന്റെ മാനേജർ സംസാരിച്ച റെക്കോർഡ് ഉണ്ട്, നീ വർക്കിന് അവിടുത്തെ ആൾക്കാർ സംസാരിച്ച റെക്കോർഡ് എടുത്തിട്ടാ. പിന്നെ അല്ലടാ പുല്ല, നിന്റെ വരാനുള്ള ടൈം ഇല്ലാത്തോണ്ടാ, എനിക്ക് ടൈം ഇല്ല. ഒന്നാമത് ഞാൻ ഓരോന്നിന്റെ പിന്നാലെ നടക്കുന്നുണ്ട്. ഇപ്പൊ സ്കൂൾ തുറക്കാനായി, എന്റെ മക്കളെ സ്കൂളിൽ ചേർക്കണം, അതുപോലെ തന്നെ എന്റെ മക്കളെ സ്കൂളിൽ ചേർക്കണം, സ്കൂളിൽ സാധനങ്ങൾ മേടിക്കണം, അതിന്റെ ഇടയിൽ എനിക്ക് കുറെ വേറെ കാര്യങ്ങളുണ്ട്. എടി അങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടാണ് ഷാജി ജീവിക്കുന്നത്, ഓക്കെ? പിന്നെ നീ പറഞ്ഞല്ലോ യൂട്യൂബിൽ കൊണിക്കുന്നത് അൺസബ്സ്ക്രൈബ്. എടി പുല്ലേ, യൂട്യൂബിൽ 2 കൊല്ലമായിട്ട് അതും എന്റെ കെട്ടിയോ മരിച്ചിട്ട് 6-7 മാസം ഞാൻ അന്തസായി. എടി നിന്നെ കൊണ്ട് പറ്റോടി 6-7 മാസം അന്തസായി 4 മണിക്ക് എണീറ്റ് കുട്ടികൾക്ക് വേണ്ട ഫുഡ് കാര്യങ്ങളൊക്കെ ചെയ്ത് ഞാൻ നടന്ന് 6 കിലോമീറ്റർ നടന്ന് 7:30 ആകുമ്പോഴേക്കും ബസ് കയറി 9:30 ആകുമ്പോഴേക്കും ഞാൻ എന്റെ പണിസ്ഥലത്ത് പാലക്കാട് എത്തിയിട്ട് 6 മാസം ഷാജി പണിയിട്ടുണ്ട്. എടി പുല്ല, അന്ന് എനിക്ക് യൂട്യൂബ് ചാനൽ ഉണ്ട്, ഷാജി വീട്ടിൽ നിന്നിട്ടില്ല. പിന്നെ ഞാൻ എന്റെ തൈറോയ്ഡ് സർജറി കാര്യങ്ങൾ വേറെ ഉള്ളത് പറഞ്ഞിട്ട് ആടി ഷാജി റെസ്റ്റ് എടുക്കാൻ തുടങ്ങിയത്. ആണോടി? നിന്നെ പോലെ കണ്ടവരെ നടക്കല്ലേ എന്റെ പണി? അതുപോലെ നീ പറയുന്ന പോലെ കൊണിക്കാൻ അല്ലെങ്കിൽ നീ പറയുന്ന വേറെ നീ എന്തൊക്കെ പറയുന്നത് അതൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. കാരണം എന്റെ നല്ലവരായ സബ്സ്ക്രൈബേഴ്സ് ആണ്, എന്റെ നല്ലവരായ സബ്സ്ക്രൈബേഴ്സിന്റെ അനാവശ്യത്തിലൂടെ ഞാൻ നീ ചരിത്രം നിന്റെ സബ്സ്ക്രൈബേഴ്സിന്റെ നാറിയ സബ്സ്ക്രൈബേഴ്സ് അവരുടെ നിന്റെ അനാവശ്യം കേൾക്കാനായിട്ട് നിന്റെ ലൈവ് ആണ് സബ്സ്ക്രൈബേഴ്സ് ആണ്. ഷാജി അങ്ങനെ തന്നെ എന്റെ കുട്ടികൾ, എനിക്ക് എന്റെ കുട്ടികൾ പറയുന്നത് കോളേജ് പിള്ളേരുണ്ട്, അല്ലാത്ത പിള്ളേരുണ്ട്, സ്കൂൾ കുട്ടികളടക്കം എന്റെ ചാനൽ കാണാടി. അതുകൊണ്ട് ഞാൻ ഇതിന് അനാവശ്യം വിളിച്ച് പറയില്ലടി, ഓക്കെ? മോളെ എന്റെ ചെറിയ പിള്ളേർ മുതൽ എന്റെ ഷാരിക്ക് മോന്റെ അത്ര പോകുന്ന കുട്ടികൾ മുതൽ വലിയ ആൾക്കാർ വരെ എന്റെ സബ്സ്ക്രൈബേഴ്സ് ആടി. അത്രയും മനുഷ്യന്മാർ എന്നെ റെസ്പെക്ട് ചെയ്ത് എന്നോട് സ്നേഹം കാണിച്ച് എന്റെ കൂടെ നിൽക്കുന്നുണ്ടെങ്കിൽ അത് ഷാജിന്റെ വിജയം തന്നെ അടി. എടി നിന്നെ പോലെ നിന്റെ കാലിന്റെ ഇടയിൽ കിടക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടാവും, അത് നിനക്ക് സപ്പോർട്ടേ ചെയ്യൂ. അത് നിന്റെ കാലിന്റെ ഇടയിൽ കിടക്കുന്ന ആൾക്കാരാണ്, അവരെ പോലുള്ള ആൾക്കാരെ എനിക്ക് വർത്താനം പറയാൻ വേണ്ടി മോളെ നീ ഉണ്ടാക്കണ്ടല്ലോ, നീ വേറെ ആൾക്കോ ഉണ്ടാക്കണ്ടേ? എടി നിങ്ങൾ ദുബായിൽ കിടക്കുന്ന പ്രശ്നം. എടി ദുബായിൽ നീ എന്തായിരുന്നു? ദുബായ് നീ കോട്ടയത്ത് ആ ഉപ്പാപ്പാൻ മാത്രമേ പറയുള്ളൂ. ദുബായിൽ നിന്റെ കൊണ കണ്ടിട്ട് നിന്നെ അടിച്ച് ഒതുക്കി വിട്ട കാര്യം പറഞ്ഞിട്ട് ഒരിക്കൽ എനിക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. ആൾക്കാരുടെ വോയിസ് എന്റെ മോളെ നീ കേട്ടില്ലേ മോളെ? കോട്ടയത്ത് ഡെയിലി എനിക്ക് വിളിക്കേണ്ടത് മാത്രം നിനക്ക് കത്തി, അത് ടക്കൻ അവർ കത്തി, അവർക്ക് വേഗം കയറി ഷാജിക്ക് ഡെയിലി ഷാജിക്ക് വിളിക്കുന്നത് നിനക്ക് എന്താണ് മോളെ നഷ്ടം? വല്ല നഷ്ടം ഉണ്ടേ ഷാജിക്ക്? അങ്ങനെ പല ആൾക്കാർ ഡെയിലി 150-200 കോൾ ഷാജിക്ക് വരുന്നുണ്ട്. ബിസിനസ് ആടി മോളെ, നിന്നെ പോലെ മനുഷ്യന്മാരെ പറ്റിച്ച് തിന്നല്ലേ, പറ്റിച്ച് ജീവി ആകെ ഷാജി സബ്സ്ക്രൈബ്. അതും എന്റെ സബ്സ്ക്രൈബേഴ്സ് അത്രയും പറഞ്ഞു ആ മോളെ കണ്ടിട്ട് ഞാൻ ഈ സർജറി ഞാൻ മെഡിക്കൽ കോളേജിൽ ചെയ്യാനാണ്. പിന്നെ ഞാൻ എന്റെ യൂട്യൂബിൽ വരുമാനം വരട്ടെ സേഫ്റ്റി ആക്കി വെച്ച് ചെയ്യാം. പിന്നെ ഇത് ഡേഞ്ചർ ആയിരുന്നു, ഞാനൊരു വീഡിയോ ചെയ്തു, അതിൽ എന്നെ നല്ലവരായ ആൾക്കാർ എന്നെ സഹായിച്ചു. 10,000 രൂപ എനിക്ക് കിട്ടി. ഞാൻ സർജറി എനിക്ക് ഹോസ്പിറ്റലിൽ എന്നെ 10,000 രൂപ ആയിരുന്നു. എടി അതുകൊണ്ട് ഞാൻ പുല്ലത്തി ഒന്നും ചെയ്തിട്ടില്ല. നിന്നെ പോലെ പിരിക്കുക, ഗ്രൂപ്പിൽ പിരിക്കുക, മറ്റുള്ളവർക്ക് വേണ്ടി. എടി നിന്റെ ചെലവിന് വേണ്ടിയിട്ടാണ് ഞാൻ നടത്തുന്നത്. എനിക്ക് ഷാജിക്ക് അതിന്റെ ആവശ്യമില്ല. ഷാജി ചെലവ് നടത്തി പിരിച്ചിട്ടല്ലേ ആ ഒരു സ്റ്റോപ്പ്, അത് മാത്രം ഞാൻ ചെയ്തു. അത് കഴിഞ്ഞു, എന്റെ സർജറി കഴിഞ്ഞു, എല്ലാ വീഡിയോസ് എല്ലാവരും കണ്ടതാണ്, എല്ലാം കഴിഞ്ഞു. പിന്നെ ഷാജി ഒരിക്കലും ഇതിൽ വന്നിട്ട് പിന്നെ യൂട്യൂബ് നിന്റെ ഫസ്റ്റ് അക്കൗണ്ട് പോയില്ലേ, നീ രണ്ടാമത് വീണ്ടും പഠിക്ക് വേണ്ടി എന്തിനാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയിരിക്കുന്നത്? യൂട്യൂബ് എന്തിനാണ് മോളെ തുടങ്ങിയിരിക്കുന്നത്? യൂട്യൂബ് എന്തിനാണ് മോളെ? നിനക്ക് നിന്റെ 2 പൊണ്ണ തടിയന്മാരുണ്ടല്ലോ, പണിക്ക് വിടടി അവരെ. എന്തിനാണ് നീ വെറുതെ കിടന്ന് വായിട്ട് കളിക്കുന്നത്? അപ്പൊ പൈസയ്ക്ക് വേണ്ടിയിട്ടില്ലേ മോളെ? നീ എന്റെ അക്കൗണ്ട് റിപ്പോർട്ട് അടിക്കാൻ പറയുന്നത് കള്ളപ്പാന്നി. നീ കണ്ട ആൾക്കാരുടെ വാങ്ങി ഡെയിലി ആഴ്ചയിൽ അല്ലെങ്കിൽ ഞങ്ങളുടെ ഇസ്ലാം മതത്തിനെതിരെ നീ സംസാരിക്കാൻ വേണ്ടിയിട്ട് കണ്ടവന്മാരുടെ പൈസ മേടിച്ച് നീ ഇസ്ലാം മതത്തിനെ എന്താ പറയാ ഒന്നുമില്ലാണ്ടാക്കി തീർക്കുമ്പോഴേ ഞങ്ങൾ മതം പഠിച്ച ആൾക്കാർ, ഞങ്ങൾ നല്ല കുറച്ച് ആൾക്കാരുണ്ട്. അടി മതം പഠിച്ചിട്ട് ഞങ്ങൾ മദ്രസയിലും വേറെയും പഠിച്ച് ഞങ്ങൾ പഠിച്ച പഠിപ്പിന്റെ കാര്യത്തോടാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. നീ രാവിലെ പറഞ്ഞല്ലോ സുന മുറിക്കുന്നത് 18 വയസ്സ്. എടി സുന നിന്റെ മക്കളെ മുറിച്ചാലും ഞങ്ങൾക്ക് കുഴപ്പമില്ല, നിന്റെ മക്കളെ വേണമെങ്കിൽ മുറിക്കും. ഞങ്ങൾ 5 മക്കളെ സുന മുറിച്ചതാണ്. അതുപോലെ ഞങ്ങൾ പോലുള്ള ആൾക്കാരുടെ ഒക്കെ പ്രസവിച്ച ഉടനെ തന്നെ സുന്നത്ത് കഴിക്കാനാണ് ഞങ്ങൾ പഠിച്ചിരിക്കുന്നത്. പ്രസവിച്ച ഉടനെ തന്നെ സുന്നത്ത് കഴിക്കലുണ്ട്. ഇപ്പോഴത്തെ കാലത്തില്ല. എന്റെ കുട്ടികളെ കഴിക്കാൻ പറ്റുന്നത് എന്റെ കുട്ടികൾക്ക് 3 വയസ്സിന് ശേഷമാണ് കഴിച്ചത്. പക്ഷേ ഇപ്പൊ പ്രസവിച്ച ഉടനെ തന്നെ എല്ലാവരും സുന്നത്ത്. എടി സുന്നത്ത് ഹിന്ദുക്കൾക്ക് കഴിക്കാനൊരു ഹിന്ദുക്കളെ ക്രിസ്ത്യാനി മുസ്ലിം ഒന്നും ഇല്ലടി. എല്ലാ മനുഷ്യന്മാർക്ക് ഇൻഫെക്ഷൻ വരുന്നുണ്ട്. ഇപ്പൊ നീ പറഞ്ഞില്ലേ കഴിക്കാൻ ആ സംഭവ സ്ഥലത്ത് ഇൻഫെക്ഷൻ വരുന്നുണ്ട്. ഇപ്പോഴത്തെ ആൺകുട്ടികൾക്ക് ആമ്പിള്ളേർക്ക് ചെറിയ മക്കൾക്ക് പോലും. എടി ഞങ്ങളുടെ അടുത്ത് ഞങ്ങളുടെ ചേച്ചിമാരുടെ മക്കളിലേക്ക് സുന്നത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ എടി ഇൻഫെക്ഷൻകാരെ ഡോക്ടറോടൊന്ന് അന്വേഷിക്കടി, ഡോക്ടറോടൊന്ന് ചോദിച്ചാൽ ഡോക്ടറോടൊന്ന് ചോദിച്ചോക്കെ അത് കഴിച്ചാൽ നല്ലതാണ്. നിന്റെ മക്കൾക്കും കൂടി സുന്നന്റെ കാര്യം ഒന്ന് പറഞ്ഞു കൊടുക്കണേ. നല്ലതാണ്. ഇൻഫെക്ഷൻ വരാൻ യൂറിൻ ഇൻഫെക്ഷൻ വേറെ മൂത്രം കെട്ടി നിൽക്കാണ്ടിരിക്കാൻ ഇൻഫെക്ഷൻ വരാണ്ടിരിക്കാൻ സുന്നത്ത് കഴിച്ചാൽ അത് നമ്മുടെ നബി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മനുഷ്യന്റെ ഡോക്ടർ വേറെ അല്ലാണ്ട് ആ മനുഷ്യൻ ഇന്നത്തെ ഡോക്ടർമാർ പറയുന്നത് പണ്ട് നമ്മുടെ നബി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടി മോളെ അതാടി നീ പഠിക്കേണ്ടത്. അവിടെയാണ് നീ പഠിക്കുന്നത്. അല്ലാണ്ട് 18-20 വയസ്സാണ് സുന കളയാൻ മറ്റു സുന നച്ചത്തി കളയുന്ന കാര്യമില്ലെങ്കിൽ നീ പഠിക്കുന്നത്. പഠിച്ച കാര്യം നീ എവിടെ മദ്രസയിൽ പഠിക്കുന്നത്? നീ എവിടെ മോളെ പഠിച്ചിരിക്കുന്നത്? നീ കടന്ന് ചലിക്കാനോ അനാവശ്യങ്ങൾ വിളിച്ചു പറയാനല്ലേ നിന്റെ യൂട്യൂബ് ചാനൽ കൊണ്ട് 17,000 രൂപ എനിക്ക് കിട്ടി. ഞാൻ അത് സർജറി എനിക്ക് എന്റെ ഹോസ്പിറ്റലിൽ എന്നെ 17,000 രൂപ ആയിട്ട്. എടി അതുകൊണ്ട് ഞാൻ പുല്ലത്തി ഒന്നും ചെയ്തിട്ടില്ലടി. നിന്നെ പോലെ പിരിക്കുക, ഗ്രൂപ്പിൽ പിരിക്കുക, മറ്റുള്ളവർക്ക് വേണ്ടി എടി നിന്റെ ചെലവിന് വേണ്ടിയിട്ടാണ് ഞാൻ നടത്തുന്നത്. എനിക്ക് ഷാജിക്ക് അതിന്റെ ആവശ്യമില്ലടി. ഷാജി ചെലവ് നടത്തി പിരിച്ചിട്ടല്ലടി. ആ ഒരു സ്റ്റോപ്പ് അത് മാത്രം ഞാൻ ചെയ്തു. അത് കഴിഞ്ഞു, എന്റെ സർജറി കഴിഞ്ഞു, എല്ലാ വീഡിയോസ് എല്ലാവരും കണ്ടതാണ്, എല്ലാം കഴിഞ്ഞ്.
പിന്നെ ഷാജി ഒരിക്കലും ഇതിൽ വന്നിട്ട് പിന്നെ യൂട്യൂബ് നിന്റെ ഫസ്റ്റ് അക്കൗണ്ട് പോയില്ലേ, നീ രണ്ടാമത് വീണ്ടും പണിക്ക് വേണ്ടി എന്തിനാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയിരിക്കുന്നത്? യൂട്യൂബ് എന്തിനാണ് മോളെ തുടങ്ങിയിരിക്കുന്നത്? യൂട്യൂബ് എന്തിനാണ് മോളെ നിനക്ക്? നിനക്ക് നിന്റെ 2 പൊണ്ണ തടിയന്മാരുണ്ടല്ലോ, പണിക്ക് വിടടി അവരുടെ. എന്തിനാണ് നീ വെറുതെ കിടന്ന് വായിട്ട് കളിക്കുന്നതിൽ? അപ്പൊ പൈസക്ക് വേണ്ടിയിട്ടല്ലേ മോളെ നീ എന്നിട്ട് എന്റെ അക്കൗണ്ട് റിപ്പോർട്ട് അടിക്കാൻ പറയുന്നടി? കള്ളപ്പന്നി. നീ കണ്ട ആൾക്കാരുടെ വാങ്ങി ഡെയിലി ആഴ്ചയിൽ അല്ലെങ്കിൽ ഞങ്ങളുടെ ഇസ്ലാം മതത്തിനെതിരെ നീ സംസാരിക്കാൻ വേണ്ടിയിട്ട് കണ്ടവന്മാരുടെ പൈസ മേടിച്ച് നീ ഇസ്ലാം മതത്തിനെ എന്താ പറയാ ഒന്നുമില്ലാണ്ടാക്കി തീർക്കുമ്പോഴേ ഞങ്ങൾ മതം പഠിച്ച ആൾക്കാർ ഞങ്ങൾ നല്ല കുറച്ച് ആൾക്കാരുണ്ട് അടി മതം പഠിച്ചിട്ട് ഞങ്ങൾ മദ്രസയിലും വേറെല്ലാം പഠിച്ച് ഞങ്ങൾ പഠിച്ച പഠിപ്പിന്റെ കാര്യത്തോടാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. നീ രാവിലെ പറഞ്ഞല്ലോ സുന മുറിക്കുന്നത് 18 വയസ്സ്. എടി സുന നിന്റെ മക്കളെ മുറിച്ചാലും ഞങ്ങൾക്ക് കുഴപ്പമില്ല, നിന്റെ മക്കളെ വേണമെങ്കിൽ മുറിക്കടി. ഞങ്ങൾ എന്നെ 5 മക്കളെ സുന മുറിച്ചതാണ്. അതുപോലെ ഞങ്ങളെ പോലുള്ള ആൾക്കാരുടെ ഒക്കെ പ്രസവിച്ച ഉടനെ തന്നെ സുന്നത്ത് കഴിക്കാനാണ് ഞങ്ങൾ പഠിച്ചിരിക്കുന്നത്. പ്രസവിച്ച ഉടനെ തന്നെ സുന്നത്ത് കഴിക്കലുണ്ട്. ഇപ്പോഴത്തെ കാലത്തില്ല. എന്റെ കുട്ടികളെ കഴിക്കാൻ പറ്റില്ല. എന്റെ കുട്ടികൾക്ക് 3 വയസ്സിന് ശേഷമാണ് കഴിച്ചത്. പക്ഷേ ഇപ്പൊ പ്രസവിച്ച ഉടനെ തന്നെ എല്ലാവരും സുന്നത്ത്. എടി സുന്നത്ത് ഹിന്ദുക്കൾക്ക് കഴിക്കാനൊരു ഇതുണ്ട്. ഹിന്ദുക്കളെ ക്രിസ്ത്യാനി മുസ്ലിം ഒന്നും ഇല്ലടി. എല്ലാ മനുഷ്യന്മാർക്ക് ഇൻഫെക്ഷൻ വരുന്നുണ്ട്. ഇപ്പൊ നീ പറഞ്ഞില്ലേ കഴുകാനെ ആ സംഭവത്തെ സ്ഥലത്ത് ഇൻഫെക്ഷൻ വരുന്നുണ്ട്. ഇപ്പോഴത്തെ ആൺകുട്ടികൾക്ക് ആൺപിള്ളേർക്കും ചെറിയ മക്കൾക്ക് പോലും. എടി ഞങ്ങളുടെ അടുത്ത് ഞങ്ങളുടെ ചേച്ചിമാരുടെ മക്കളിലേക്ക് സുന്നത്ത് വെച്ചിട്ടുണ്ടെടി. എടി ഇൻഫെക്ഷൻ കാര്യം ഡോക്ടറോടൊന്ന് അന്വേഷിക്കടി. ഡോക്ടറോടൊന്ന് ചോദിച്ചാൽ ഡോക്ടറോടൊന്ന് ചോദിച്ചു നോക്ക്. അത് കഴിച്ചാൽ നല്ലതാണ്. നിന്റെ മക്കൾക്കും കൂടി സുനന്റെ കാര്യം ഒന്ന് പറഞ്ഞു കൊടുക്കണേ. നല്ലതാണ്. ഇൻഫെക്ഷൻ വരാം, യൂറിൻ ഇൻഫെക്ഷൻ വേറുള്ളത് മൂത്രം കെട്ടി നിൽക്കാണ്ടിരിക്കാൻ ഇൻഫെക്ഷൻ വരാണ്ടിരിക്കാൻ സുന്നത്ത് കഴിച്ചാൽ നല്ല. അത് നമ്മുടെ നബി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മനുഷ്യനൊരു ഡോക്ടറോ വേറെല്ലാം ഇല്ലാണ്ട് ആ മനുഷ്യൻ ഇന്നത്തെ ഡോക്ടർമാർ പറയുന്നത് പണ്ട് നമ്മുടെ നബി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അരി മോളെ അതാടി നീ പഠിക്കേണ്ടത്. അവിടെയാണ് നീ പഠിക്കേണ്ടത്. അല്ലാണ്ട് 18-20 വയസ്സാവിന്റെ സുന കളയാൻ മറ്റു സുന നക്ഷത്തി കളയുന്ന കാര്യം നീ പഠിക്കേണ്ടത്. പഠിച്ച കാര്യം നീ എവിടെയാണ് മദ്രസയിൽ പഠിക്കുന്നത്? നീ എവിടെയാണ് മോളെ പഠിച്ചിരിക്കുന്നത്? നീ കടന്ന് ചലിക്കാനോ അനാവശ്യങ്ങൾ വിളിച്ചു പറയാനോ അല്ലേ നിന്റെ യൂട്യൂബ് ചാനൽ കൊണ്ട് നടക്കുന്നത്? അല്ലാണ്ട് നീ നല്ല കാര്യങ്ങൾ അതിന് ചെയ്യേണ്ടടി. നീ നാട്ടിൽ നടക്കുന്ന എല്ലാവരും നേരാക്കാൻ നടക്കണ്ടല്ലോ. നീ വലിയ സോഷ്യൽ വർക്കറായിട്ട് നടക്കണ്ടല്ലോ. ആരാടി മോളെ നിന്റെ കണ്ട് നേരാവുന്നത്? അയ്യോ നിന്റെ കണ്ട് നേരാവില്ല. നിന്റെ കണ്ട് തുണി അയച്ചാൽ നടക്കും. ഓരോരുത്തർ തുണി അയച്ചിട്ട് എങ്ങനെ പൈസ ഉണ്ടാക്കാന്ന് കണ്ടുപിടിക്കുന്നുണ്ട്. അല്ലാണ്ട് നിന്റെ നല്ലതൊന്നും അവർ കണ്ടുപിടിക്കില്ല മോളെ. വളർന്നു വരുന്ന മക്കൾ തുണി അയച്ചിടാണ്ടിരിക്കാൻ നീ നിന്റെ യൂട്യൂബ് ചാനൽ നിർത്തിയിട്ട് പോടി. നല്ലത് എന്തെങ്കിലും പറയാണ്ടെങ്കിൽ ചെയ്യടി. അല്ലാണ്ട് ക്രിസ്ത്യാനി മുസ്ലിം ഒന്നും ഇല്ലടി. എല്ലാ മനുഷ്യന്മാർക്ക് ഇൻഫെക്ഷൻ വരുന്നുണ്ട്. ഇപ്പൊ നീ പറഞ്ഞില്ലേ കഴുകാനെ ആ സംഭവത്തെ സ്ഥലത്ത് ഇൻഫെക്ഷൻ വരുന്നുണ്ട്. ഇപ്പോഴത്തെ ആൺകുട്ടികൾക്ക് ആൺപിള്ളേർക്കും ചെറിയ മക്കൾക്ക് പോലും. എടി ഞങ്ങളുടെ അടുത്ത് ഞങ്ങളുടെ ചേച്ചിമാരുടെ മക്കളിലേക്ക് സുന്നത്ത് വെച്ചിട്ടുണ്ടെടി. എടി ഇൻഫെക്ഷൻ ബുക്ക് എടുത്ത് പഠിക്കും. ഇത് നബി 73 വയസ്സിലാണ്. എടി നബി മരിച്ചത് എപ്പോഴാണ് നിനക്കറിയോടി? നബി വഫാത്തായത് എപ്പോഴാണെന്നറിയോ? നബി ജനിച്ചത് എപ്പോഴാണെന്നറിയോടി? നീ എന്താ അറിയാടി പുല്ല? നിനക്ക് ഒരു പറയണില്ല, ഒരു ചുക്കും നിനക്ക് അറിയില്ലടി. എന്നിട്ട് നബി 70 എടി എന്റെ മക്കള് മദ്രസയിൽ പഠിക്കണ്ടേ? എന്റെ മക്കൾ പഠിക്കും നബി ദിനം. നബിന്റെ ഭാര്യമാരിയെല്ലാം എന്റെ മക്കള് പഠിക്കണ്ടടി. എടി എന്റെ ഷാരിക്ക് മോൻ അറിയാടി. എന്നിട്ട് ആടി കൊണത്തി നീ 73 വയസ്സിൽ നബി മരിച്ചു. 73 വയസ്സിൽ നബി മരിച്ചതല്ലേ പറയുന്നത്? 73 വയസ്സിലാണ് നബിന്റെ സുന്നത്ത് കല്യാണം കഴിഞ്ഞു. നീ മോളിലേക്ക് എന്ത് പഠിച്ചാൽ ഇവിടെ എന്താ അടിക്കുന്നതെന്ന് അറിയില്ല. രാത്രി ഇവിടെ എന്തടിച്ച് കിടക്കുന്നതെന്ന് എനിക്കറിയില്ല. അല്ല ഇവനൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്നിട്ട് അവള് എനിക്ക് വട്ടാണ് ഗുളിക കഴിക്കും. എടി പുല്ല എന്റെ ഉമ്മാന്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എടി എന്റെ ഉമ്മ നിന്റെ ഉമ്മ നിന്റെ മക്കളുടെ നിന്റെ പേരക്കുട്ടികൾക്ക് നിന്റെ മക്കൾക്ക് നീ ഇപ്പൊ നടക്കണ്ടല്ലോ, കൊണ്ട് നടക്കണ്ടല്ലോ. നിന്റെ മക്കൾക്ക് തുണി അയച്ചിട്ട് കൊടുത്താല് നീ സമ്മതിക്കൂടി മോളെ? എടി പെറ്റുമ്മ നീ പെറ്റുമ്മ പറയണ്ടല്ലോ. എടി ഉമ്മ ആവണമെങ്കിൽ അത് ഉമ്മ ആവണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്ന് നീ പഠിക്കടി. അല്ലാണ്ട് പെറ്റുമ്മ തുണി അഴിച്ചിട്ട് പേരക്കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കുന്നത് വീഡിയോ ഞാൻ എടുത്തു വെച്ച് തെളിവിന് അടി അതും കൂടി നിനക്ക് പോലും ഇല്ലെങ്കിൽ ആ വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ട് ഇടണമെങ്കിൽ എടി ഈ പറയുന്ന പെറ്റുമ്മ പറഞ്ഞ് എന്നെ പ്രൊവോക്ക് ചെയ്തിട്ടാണ് ഞാൻ ആ വീഡിയോ ഇട്ടത്. എടി കഴിഞ്ഞ 22-ാം തീയതി നടന്ന സംഭവം ഞാൻ ഈ ആഴ്ചകളിലായിട്ട് ഇടണമെങ്കിൽ എത്രത്തോളം എന്നെ പ്രഷർ ചെയ്തിട്ടുണ്ട്. എടി പിന്നെ 10 ദിവസം അനീതിമാർക്ക് 15 കൊല്ലം ആ വീട്ടിൽ കയറി നിറഞ്ഞിട്ടും ഷാജി മിണ്ടാത്ത ഒരാളാടി. എന്റെ കെട്ടിയോൻ അങ്ങനെ വിട്ടിട്ടില്ലടി. ഷാജിന്റെ കെട്ടിയോൻ അങ്ങനെ വിട്ടിട്ടില്ല. ഒരു വീടിന് പോലും ഷാജിന് വിട്ട് എന്റെ കെട്ടിയോൻ വിടും. എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ വിടും. ആ സമയത്ത് അവരെന്നെ കൂടെ വരും. അവരെന്നെ ഞങ്ങളുടെ കൂടെ ഫംഗ്ഷന് നിൽക്കും. എന്നിട്ട് ഞങ്ങളെ കൂട്ടിയിട്ട് അങ്ങനെ പോകും. അതാണ്. എടി എന്നെ ആണിനാട് കെട്ടിച്ചിരിക്കുന്നത്. അടിപൊളി ആണിനാണ് കെട്ടിച്ചിരിക്കുന്നത്. അതിന്റെ ആ ആണിന്റെ 5 മക്കളെ ഞാൻ പറ്റിയിട്ടുണ്ടെടി. നിന്നെ പോലെ കണ്ടവന്മാർക്ക് നിറങ്ങി എത്രയോ എണ്ണത്തിന്റെ ലിസ്റ്റ് എടുത്ത് കഴിഞ്ഞിട്ട് ഏതിന്റെ തന്നെ അറിയാത്ത 2 പെറ്റിട്ടുണ്ട്. പഠിച്ചോൻ അത് പെൺകുട്ടികളാവാണ്ട് ആൺകുട്ടികളായി തന്നത് നിന്റെയൊക്കെ ഭാഗ്യം. ഇല്ലെങ്കിൽ ആ പെൺകുട്ടികളുടെ അവസ്ഥ എന്താ? നിനക്ക് 2 ആണായതുകൊണ്ടല്ലേ നീ മറ്റു തനൂജനി ബാക്കിയുള്ളവരൊക്കെ നീ വെല്ലുവിളിക്കുന്നത്. എടി നിനക്ക് 2 പ്രാണ് എങ്ങനെ ഉണ്ടായതെന്ന് ആ ദുബായിത്തെ ആൾക്കാർ ചരിത്രം പറഞ്ഞപ്പോ തന്നെ മനസ്സിലായിടി. ആ കോട്ടയത്തെ തന്താപ്പ ആ വല്യപ്പ തന്നെ എന്റെ വല്യപ്പാന്റെ പ്രായം. ആ വല്യപ്പ എന്നെ വിളിച്ചിട്ട് നിന്റെ കഥകൾ തിരുവനന്തപുരത്തെ കോട്ടയത്തെയും കൊല്ലത്തെ ആൾക്കാർ നിന്റെ കഥ ഞങ്ങൾക്ക് അറിയാം. ഞങ്ങൾ പാലക്കാട്ടുകാരാണ്. നിന്റെ കഥ പറയണമെങ്കിൽ നീ എത്ര നല്ലവളാണെന്ന് എനിക്ക് മനസ്സിലായത്. നല്ലപോലെ മനസ്സിലായി മോളെ. അപ്പൊ എനിക്ക് നിന്നോട് വെറുതെ ചിരിക്കല്ല. എനിക്ക് അവള് രാവിലെ ഇട്ട് നബിന്റെ ചരിത്രം പറഞ്ഞേ ഞാൻ ചിരിച്ചു പോണേ. എനിക്ക് അവളുടെ വർത്താനം കേട്ടിട്ട് ചിരി വന്നു പോണേ. ആ വീഡിയോ ഒന്ന് കാണാത്തവരൊന്ന് കയറി കാണണേ. നബി 73-ാമത്തെ വയസ്സിലാണ് സുന്നത്ത് കല്യാണം കഴിച്ചത്. എന്താ അവളുടെയൊക്കെ എന്താ കഥ എന്ന് ഞാൻ ആലോചിക്കുന്നത്. അടച്ചവനെ എന്തിനാണ് ഇങ്ങനെ നബിന്റെ ചരിത്രം വേറുള്ള ഒരു ചരിത്രമൊക്കെ പറയുന്നുണ്ട്. നീ എന്തായാലും ഇസ്ലാം അല്ല മുസ്ലിം അല്ല എനിക്കറിയാം. എടി നീ മുസ്ലിമായി ജനിച്ച് നിന്റെ ഉപ്പയമ്മയും നിന്റെ മുസ്ലിമായി ജനിപ്പിച്ചിട്ട് കാര്യമില്ലടി. എടി ഇസ്ലാമിന്റെ കാര്യങ്ങൾ കുറച്ച് പഠിച്ച് നീ അത് പിൻപറ്റി ജീവിക്കാൻ നോക്കടി. പിന്നെ നീ പെറ്റുമ്മ. എടി ഞാനൊരു പെറ്റുമ്മയാണ്. ഞാൻ നന്നായി പോറ്റുന്നുണ്ട്. നല്ല സ്നേഹത്തോടെ വളർത്തുന്നുണ്ട്. അതുപോലെ തന്നെ നീ വളർത്തുന്ന പോലെ പിറ്റേ കാലത്തേക്ക് എനിക്ക് ഉപകാരമാവുമ്പോഴല്ലേ വളർത്തുന്നത്. എന്റെ കടമയാണത്. ഞാൻ എന്റെ മക്കളെ കൊണ്ടുവന്നിട്ട് ഈ ദുനിയാവിലേക്ക് ഞാനും എന്റെ ഈ ദുനിയാവിലേക്ക് പടച്ചോൻ അനുഗ്രഹിച്ച 5 മക്കളുടെ ആയാലും ഭക്ഷണമായാലും വസ്ത്രമായാലും ഞാൻ ചെയ്യേണ്ടത് അവർക്ക് ചെയ്യണടി. അത് പറഞ്ഞിട്ട് എന്നെ 40-ാമത്തെ 50-, 60-ാമത്തെ വയസ്സിൽ തിരിച്ചു നോക്കും പറഞ്ഞിട്ടല്ലേ
അതല്ലടി ഞാൻ ചെയ്യണേ. ഒരാൾക്ക് നീ തിരിച്ചു കിട്ടുമ്പോൾ ഒരു ഉപകാരം ചെയ്യണ്ടേ മോളെ. നിനക്ക് നീ വേറൊരാൾക്ക് നീ പോരെ, ഞാൻ ഇപ്പൊ പറയട്ടെ, ഞാൻ യൂസ് ചെയ്ത ഡ്രസ്സ് കൊടുക്കും എടി, ആ ഡ്രസ്സ് ഞാൻ ആ മനുഷ്യന്മാർക്ക് അല്ലെങ്കിൽ ആ മക്കൾക്ക് ആ പൈതങ്ങൾക്ക് ഞാൻ കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞാല് എടി അത് എനിക്ക് തിരിച്ചു കിട്ടുന്ന സ്നേഹം മാത്രമടി, അവരുടെ ദുആയും അവർ ആ ഉമ്മമാരുടെ ഓരോ നിസ്കാര പായിൽ ഇരുന്നിട്ടുള്ള ഷാജിക്കും മക്കൾക്കും വേണ്ടിയിട്ടുള്ള ദുആയ്ക്ക് വേണ്ടിയിട്ടടി. അല്ല നിന്നെ പോലെ 500-1000 കടം കിട്ടി അല്ലെങ്കിൽ പൈസയ്ക്ക് വേണ്ടിയിട്ടല്ലടി ഷാജി ചെയ്യുന്നത് ല്ലോ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്നും ജീവിച്ചു പോണത് നല്ല രീതിയിൽ തന്നെ സ്റ്റാൻഡേർഡ് ആയിട്ട് ഷാജി ജീവിച്ചു പോകണമെങ്കിൽ അത് എന്റെ ഈ ഉമ്മമാരുടെ ദുആ. എടി എന്റെ പെറ്റുമ്മ ദുആ ചെയ്തില്ലെങ്കിലും വരാത്ത കുറെ ഉമ്മമാരുണ്ട് ഈ ഷാജിക്ക് ഇതില്. അല്ലാണ്ട് നിന്റെ അനാവശ്യമായിട്ട് വാക്കുകൾ, നിന്റെ കാലിന്റെ ഇടയിൽ കിടക്കുന്ന ആണുങ്ങളുടെ കഥ നീ പറയേണ്ടടി. ഇവിടെ ആമ്പിള്ളേര് വേറെണ്ടി, നീ ഇറങ്ങടി പുറത്തിറങ്ങി നോക്കടി. ആമ്പിള്ളേര് നല്ല പുലിക്കുട്ടി ആമ്പിള്ളേരുണ്ട്, അന്തസ്സായി കുടുംബം പോറ്റുന്നത്, രാപ്പകലില്ലാണ്ട് കഷ്ടപ്പെട്ട് കുടുംബം നോക്കി ജീവിക്കുന്ന ആമ്പിള്ളേര് നമ്മുടെ ഇവിടെ ഉണ്ടടി. നിന്റെ തിരുവനന്തപുരത്തെ കണക്കല്ല, തിരുവനന്തപുരത്തുകാരൻ എല്ലാവരും കുറിച്ച് പറയല്ല. ഇവിടെ ഏതാണോ ഏത് ഇതിൽ പെട്ടതാണോ എന്ന് എനിക്കറിയില്ല, ഏത് ഇതിലുണ്ടായതാണോ റബ്ബേ എനിക്കറിയില്ല. അമ്മമാര് അവളുടെ വായിൽ എന്താ പറയാ അനാവശ്യത്തിന്റെ ഒരു പാക്കേജ് നിറച്ച് വെച്ചിരിക്കുന്നത്. ഒരു പാക്കേജ് തന്നെ അവളുടെ വായിനുള്ളിലുണ്ട്. എന്നിട്ട് അവൾ പറയുന്നത് പിന്നെ എന്റെ മകന്റേന്ന് നിനക്ക് അനാവശ്യം കേട്ടിട്ടുണ്ടെങ്കിൽ എടി മോളെ, എന്നെ നീ കഴിഞ്ഞ കൊല്ലം തൊട്ടിട്ട് എന്നെ തിന്നേടി. കഴിഞ്ഞ കൊല്ലം എന്റെ കെട്ടിയോ മരിച്ച മുതൽ നീ എന്നെ തിന്നേടി മോളെ. ഞാൻ എന്റെ കെട്ടിയോ മരിക്കുന്നതിന് മുന്നേ ജ്വല്ലറിന്റെ ആഡ് ചെയ്ത് എന്റെ കെട്ടിയോనికి അയച്ചു കൊടുത്തിട്ട് എന്റെ കെട്ടിയോനെ എഡിറ്റ് ചെയ്തിട്ട് എനിക്ക് അയച്ചെന്ന സംഭവം കെട്ടിയോ മരിച്ചതിന് ശേഷം ഞാൻ ഇട്ടത്. പിന്നെ നീ പറഞ്ഞത് ഞാൻ ആരുടെ കൂടെ കിടന്നിട്ടാടി എന്റെ കെട്ടിയോ മരിച്ച, അതും കൂടി ആ തെളിവ് നിന്റെ കയ്യിൽ ഉണ്ടെന്നല്ലേ പറഞ്ഞു. ആ തെളിവ് നീ പുറത്ത് ഇറക്കടി മോളെ. ആ തെളിവ് നീ പുറത്ത്, പെണ്ണാണെങ്കിൽ നീ ആ തെളിവ് കൊണ്ട് വാ. ഞാൻ നിന്നെ വെല്ലു വിളിക്കണം. നിനക്ക് എന്റെ കെട്ടിയോന്റെ ആൾക്കാർ തെളിവ് തേടി 3 അല്ല എന്റെ കെട്ടിയോന്റെ കൂടെ മുണ്ടാത്തവന്മാര് എന്ത് തെളിവ് തന്നൂന്നാടി നീ പറയുന്നത്. നീ തെളിവ് കൊണ്ട് വാടി മോളെ. പുല്ലേ അവളുടെ കെട്ടിയോന്റെ കൂടെ അയാൾ അറ്റാക്ക് വന്നില്ലെങ്കിൽ അല്പത്തുള്ളൂ അമ്മാരി തെളിയില്ല നീ വിളിക്കുന്നത്. അയാളെ മുക്കിലിട്ട് ചവിട്ടി കൂട്ടിയിട്ടുണ്ടാവും. അല്ലാണ്ട് നിനക്ക് ദുബായിൽ ആരാടി ലൈസൻസ് തന്നത് ഇങ്ങനെയൊക്കെ നിൽക്കാൻ ഇമാരി സാധനങ്ങളൊക്കെ? അല്ല ദുബായിൽ എന്തായാലും ഇടിപ്പോ തല്ലി ഒടിച്ച് അവളെ വിട്ടത് നന്നായല്ലോ. നേരങ്ങട്ട് അവള് ഇനി അവളിനി ഒന്ന് കിടപ്പിലായാണ് അവൾക്ക് നന്നായിട്ട് അറിയുള്ളൂ. കിടപ്പിലായിട്ട് ആ 2 മക്കളും കൂടി ഇട്ടിട്ട് പോയാ അവള് നല്ല വിവരം പഠിക്കും. കാരണം എന്താ അറിയോ, ഇപ്പോഴേ അവൾക്ക് വയ്യ. അവൾക്ക് സ്റ്റേഷനിൽ കയറി ഇറങ്ങുമ്പോൾ വേറെ ചെയ്യുമ്പോൾ അവൾക്ക് ഭയങ്കര ഇടുപ്പാനും കാലും കൊണ്ട് അരക്കുന്ന കീപ്പിട്ട് അവൾ അനങ്ങില്ല. പക്ഷെ അവൾക്ക് വേറെ തല്ലൂടാനും വേറെ ആൾക്കാരെ വീട് കയറി പോകാൻ അവൾക്ക് ഒരു കേടുമില്ല. അതുപോലെ റീൽസിൽ അവൾക്ക് ഇട്ടുങ്ങനെ കൊണക്കാൻ അവൾക്ക് ഒരു കേടുമില്ല. പോലീസുകാരെ കാണുമ്പോൾ സാറ് വലിയ സാറുമാരെ കാണുമ്പോഴേക്കും അവൾക്ക് അവളുടെ ഇടുപ്പിന്റെ അവിടെ അങ്ങോട്ട് അങ്ങനെ തളർന്നു. കാറിൽ ഇരുന്നിട്ട് അവൾ ഒരു കാർ മേടിച്ചിട്ടുണ്ട്. അവൾക്ക് കാറിൽ ഇരുന്നിട്ട് കൊണ കളിക്കണം. എടി നീ കൊണച്ചടി, നിന്നെ പോലുള്ള ആൾക്കാരെ നീ കൊണച്ചുണ്ടാക്കിക്കോ. പക്ഷെ ഷാജിന്റെ നെഞ്ഞത്തോട്ടും ഷാജിന്റെ മക്കളുടെ നെഞ്ഞത്തോട്ടും നീ കയറി വരേണ്ടി മോളെ. കയറി വരേണ്ട നീ ഞങ്ങളുടെ നെഞ്ഞത്തോട്ട്. നീ അല്ല ഞങ്ങൾക്ക് ചെലവ്. നീ അല്ല എന്റെ ഉമ്മയല്ല, എന്റെ അനീതിമാരല്ല, എന്റെ കുടുംബമല്ല, എന്റെ നാട്ടുകാരല്ല എനിക്ക് ചെലവ് തന്നത്. എനിക്ക് ചെലവിന് തന്നത് ഇവരൊന്നല്ല. എന്റെ കെട്ടിയോ മരിച്ചിട്ടും എന്റെ കൂടെ സപ്പോർട്ടായിട്ട് നിന്ന ആൾക്കാർ ആരൊക്കെയാണ് എന്തൊക്കെയാണെന്ന് എനിക്കും എന്റെ പഠിച്ചോനിക്കും ഈ സഹായിച്ചോർക്കും അറിയാം. അതൊന്നും നിന്നെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല എനിക്ക്. പിന്നെ നിന്നെ പോലെ ഗ്രൂപ്പിൽ തണ്ടേയല്ലേ, ഞാനൊന്നും ഗ്രൂപ്പിൽ തണ്ടാറില്ലടി. എനിക്ക് ഉണ്ടടി 10ാം ക്ലാസ് ഗ്രൂപ്പ്, അതുപോലെ തന്നെ എനിക്ക് യൂട്യൂബിന്റെ കുറെ ഗ്രൂപ്പുകളുണ്ടടി. ഏതിനെങ്കിലും ഷാജി ഒരു ഉറുപ്പ് ചോദിച്ചിട്ട് ചെന്നുണ്ടോന്ന് നീ ഒന്ന് ചോദിച്ചു നോക്കടി മോളെ. ഒന്ന് ചോദിച്ചു നോക്കടി. നിന്നെ പോലെ കണ്ട് എന്നിട്ട് നിന്റെ പേരെന്താ നീ പറയുന്നത്? മറ്റുള്ളവരെ സഹായിക്കാം, മറ്റുള്ളവരുടെ കല്യാണം നടത്താം, മറ്റുള്ളവരുടെ ചെലവില്ലാണ്ട് ആദ്യം നീ നന്നാവ്. നിന്റെ മക്കളെ നല്ല പണിക്ക് വിട്ടിട്ട് അന്തസായി വലിയ മാവന്റെ പ്രായമായില്ലടി. വീട്ടിലിരിക്കടി പേരക്കുട്ടികളെ നോക്കിയിട്ട് മകനിക്ക് നല്ലൊരു പെണ്ണിനെ കടിച്ചു കൊടുക്കടി. എന്നിട്ട് മകന്റെ കുട്ടിനെ നോക്കി കളിപ്പിച്ച് വീട്ടിനുള്ളിൽ ഇരിക്കണേ മോളെ. ഇല്ലാന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ നല്ല പേരക്കുട്ടികളുടെ സൗണ്ട് കൊടുക്കണേ. നിന്റെ യൂട്യൂബില് ഞങ്ങളുടെ നബിനെയും ഇസ്ലാം കാര്യങ്ങളും പറയാണ്ട് നീ നല്ല ചരിത്രങ്ങൾ പഠിച്ചു പറയും. നീ ചരിത്രം പഠിച്ചു പറയണെങ്കിൽ യാതൊരു തെറ്റില്ല. അല്ലാണ്ട് വായി തോന്നിയത് കോതയ്ക്ക് പാട്ട്, വായി തോന്നിയത് കോതയ്ക്ക് പാട്ടാണ്. നിനക്ക് വായി തോന്നിയതാണ്. അല്ലാണ്ട് നീ എന്ത് ചരിത്രം പഠിച്ചിരിക്കുന്നത്? എന്ത് ചെല്ലുന്നു ചങ്ങായി? അപ്പൊ എനിക്ക് നിന്നോട് പറയാനുള്ളത് മോളെ അത്രയൊക്കെ ഉള്ളൂ. നല്ലത് പറയാ. ചരിത്രം അറിയില്ലെങ്കിൽ പഠിച്ച് പറയാം. പഠിച്ചിട്ട് നീ എന്ത് വേണമെങ്കിലും പറഞ്ഞോ. ഓക്കെ, നീ അറിയാത്ത കാര്യങ്ങൾ പറയാണ്ടിരിക്കാം. ഓക്കെ. ഷാഹിദ മൻസൂർ, എടി ഷാഹിദ മൻസൂറേ, മറ്റുള്ള കാലിന്റെ ഇടയിൽ കിടക്കണവളെ. എടി ഷാഹിദ പുല്ലേ, നിന്റെ കോൾ എടുക്കാൻ ഞാൻ ആരാടി? നിന്റെ കെട്ടിയോളാ? നിന്റെ കോൾ എടുക്കാൻ ഞാൻ ആരാടി? ഈ 12 മണിക്ക് നിന്റെ കോൾ ഞാൻ എന്തിനാടി മോളെ എടുക്കുന്നത്? എന്താണ് എന്റെ ആവശ്യം ഷാഹിദ? നിന്റെ കെട്ടിയോഎനിക്ക് വിളിക്കണേ ഷാഹിദ? എന്തിനാണ് എനിക്ക് വിളിക്കുന്നത്? എനിക്ക് സമയമില്ലടി നിന്റെ കോൾ എടുക്കാൻ. ആരടി പുല്ലേ നീ നിന്റെ കോൾ എടുക്കാൻ? ഞാൻ നിന്റെ അല്ല, നിന്റെ അപ്പന്റെ കോൾ വരെ എടുക്കില്ലടി. നീ ആരടി എന്നോട് ഇതാക്കാൻ? അല്ല വന്നിരിക്കണ ഒരു ഷാഹിദ. ഏത് ഷാഹിദടി? ഏതടി നീ പുല്ലേ? അല്ല അല്ല അടി കാലിന്റെ ഇടയിൽ കിടക്കുക. എല്ലാവരും കിടക്കുന്ന സംഭവം നീ വല്ലാതെ കുറച്ച് കൂടുതലാണെന്ന് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് ഞാൻ വിളിച്ചു പറയുന്നത്. പിന്നെ നീ എന്റെ കുട്ടികളെ കുറെ പറഞ്ഞിട്ടുണ്ടാക്കി ചൈൽഡ് ലൈനിൽ കൊണ്ടുവിടണം. എടി നിന്റെ 2 പൊണ്ണ മക്കളെ ആദ്യം കൊണ്ടുവിടണി. എന്നിട്ട് നീ സംസാരിക്കടി. അന്റെ സായി സാജി പോയിട്ടുണ്ട്. സ്വന്തം പെറ്റുമ്മനെ കാട്ടിൽ നിന്റെ ചൈൽഡ് ലൈനിലാണ് നിനക്ക് അഭയം. എന്റെ മക്കൾക്ക് നീ തെളിയിക്കടി ഫസ്റ്റ്. എടി സ്വന്തം പെറ്റുമ്മമാരെ ഉപേക്ഷിച്ച് പോകുമ്പോൾ അവരുടെ മേലെ കേസ് എടുക്കുന്ന ആൾക്കാർ നീ എന്റെ മക്കളെ എന്റെ മക്കളെ എത്തിങ്ങാനെന്നും കൊടുത്തിട്ട് എന്റെ വീട്ടിൽ ഞാൻ സുരക്ഷിതമായിട്ട് ഇപ്പൊ നോക്കിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് നീ എന്റെ മക്കളെ നീ വേറെ കൊണ്ടുവിടുക. എന്റെ പ്രാന്താശം എടി എന്റെ എടി മോളെ പ്രാന്താശത്തിൽ നിന്നെ ഏടി കൊണ്ടുവിടേണ്ടത്. നിന്നെ ഏടി മോളെ കൊണ്ടുവിടേണ്ടത്. നിനക്കാണ് കുറച്ച് തളപ്പ് കൂടി 16 വയസ്സായിട്ട് മോളെ ആണെങ്കിൽ മോളെ കുറച്ചൊക്കെ തളപ്പ് കുറച്ചിട്ട് ഇരിക്കാടി. ഇപ്പൊ കുറച്ച് കാരണം മക്കൾ തളയ്ക്കാനുള്ള സമയം അവർക്ക് ടൈം കൊടുക്കണേ. നീ എന്ത് തളച്ചോണ്ടിരുന്ന ശരിയാവില്ലടി. പിന്നെ ഷാജിനെ കൊണക്കാൻ ഉണ്ടാക്കണ്ടേ? ഷാജിനെ വല്ലാണ്ട് ഉണ്ടാക്കണ്ടേ കേട്ടാ. നിനക്ക് പറ്റിയ ആൾക്കാരെ ഉണ്ടാക്കിയിട്ട് നീ എന്ത് വേണമെങ്കിലും നിന്റെ കാറാണ്, നിന്റെ വേറെതാണ്, നിന്റെ നെറ്റാണ്, നിന്റെ യൂട്യൂബ് ചാനലാണ്. നിന്റെ യൂട്യൂബ് ആണെങ്കിൽ ഞങ്ങൾക്ക് യാതൊരു പ്രശ്നമില്ലടി മോളെ. നീ നിന്റെ കാര്യങ്ങൾ ഇട്ടടി. എന്തിനാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്? നീ നിന്റെ കാര്യങ്ങൾ ഇടറി പുല്ലേ. അല്ലാണ്ട് ഞങ്ങളുടെ കാര്യങ്ങളല്ലേ ആറിയിടാ. അത് അല്ലെങ്കിൽ നബിന്റെ ചരിത്രം പറയണോട്. നബിന്റെ ചരിത്രം നീ പോയി ഫസ്റ്റ് പഠിച്ചിട്ട് വാ. പഠിച്ചിട്ട് വന്നിട്ട് നീ നബിന്റെ ചരിത്രം പറയും. അല്ലാണ്ട് നീ നിന്റെ നബി എന്ന വാക്ക് ഉച്ചരിക്കാനുള്ള നാക്കുണ്ടല്ലോ, നിന്റെ നാക്ക് അറുത്ത് ഉപ്പിലിടണം.
നീ നബിനെ കുറിച്ച് പറയാൻ നബി അല്ല പഠിച്ചോനെ കുറിച്ച്. നിന്നൊക്കെ പഠിച്ചോൻ എന്നോ കൈവിട്ടതാടി, എന്നോ കൈവിട്ട സാധനമാണ് നീയൊക്കെ. എന്നിട്ട് ഷാജി അന്തസ്സായി എല്ലാ പ്രശ്നങ്ങളും എന്താ പറയാ എല്ലാ പരീക്ഷണങ്ങളും നേരിട്ട് മുന്നേറി പോണ്ടടി. അത് എന്തുകൊണ്ടറിയോ? പഠിച്ചോൻ എനിക്ക് കാവലുള്ളോണ്ടാ. നിനക്കൊന്നും അതില്ല, നിന്നൊക്കെ എഴുതി തള്ളി, നിന്നൊക്കെ പണ്ടേ എഴുതി തള്ളിയതാണ് ആ മനുഷ്യൻ. പഠിച്ചോനില്ല, നിന്റെ ലിസ്റ്റിലേ ഇല്ല പേര്, പഠിച്ചോന്റെ ലിസ്റ്റിലേ ഇല്ല. നീ എന്നേ തൊല്ലി പോട്ടെ കൊണ്ട് വിട്ടിരിക്കുന്നത്. അപ്പൊ യൂട്യൂബ് നടത്തുന്ന ആളെ നീ യൂട്യൂബിൽ കുറച്ച് ആണുമള പൂഞ്ചോള അങ്ങനത്തെ പാട്ടൊക്കെ പാടിയിട്ട് നീ കുറച്ച് പാട്ടൊക്കെ പാടിയിട്ടുണ്ട്. നല്ല സൗണ്ട് അടി നിന്റെ, നല്ല ക്ലാരിറ്റി ഉള്ള സൗണ്ട് അടി മോളെ. ആളുമള ചോഞ്ചോളൊക്കെ നല്ല പാട്ടൊക്കെ പാടിയിട്ട് അങ്ങനെ ഇടടി മോളെ. ഓക്കെ. പിന്നെ സെൽഫ് മോട്ടിവേഷൻ ഒന്ന് ഇറങ്ങിപ്പോടാ പുല്ല. നീ എന്റെ ചാനലിൽ ഇറങ്ങിപ്പോടാ, എന്റെ യൂട്യൂബ് ചാനലിൽ നീ ഇറങ്ങിപ്പോടാ. ഞാൻ എന്റെ ചാനൽ ലൈവ് ഇട്ടിരിക്കണം. എടാ നിന്റെ അല്ലടാ, നീ ഇറങ്ങിപ്പോടാ പുല്ലേ. എന്റെ ഇറങ്ങിപ്പോയി പറയാം നീ ആരടാ? എന്റെ നീ ഇറങ്ങി, ഞാൻ നിന്നെ ക്ഷണിച്ചാ? നിനക്ക് ഞാൻ കത്തിട്ടാ? വാടാ അങ്ങോട്ട് പറഞ്ഞ കത്തിട്ടാ? ഇല്ലല്ലോ. അപ്പൊ നീ ഇറങ്ങിപ്പോ. നീ ഏതെങ്കിലും പെണ്ണുങ്ങൾ ലൈവ് ഇടുമ്പോൾ നീ എന്തിനാണ് ചാടി കയറി വരാൻ നിൽക്കുന്നത്? അപ്പൊ അത്രയൊക്കെ ഉള്ളു, 11:30 അപ്പൊ എനിക്ക് പറയാനുള്ളത് പറഞ്ഞു. അപ്പൊ ക്രീമിന്റെ കാര്യം പറയാനാണ് വിളിച്ചല്ല ലൈവ് ഇട്ടത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആരും നിർബന്ധിക്കില്ല. ഞാൻ 1-2 മാസം യൂസ് ചെയ്തിട്ട് എനിക്ക് പേഴ്സണലി നല്ല അഭിപ്രായമുള്ള ക്രീം ആയതുകൊണ്ട് ഞാൻ ഇതേ പറയുന്ന പോലെ കുറെ ക്രീമുകൾ ഞാൻ തേച്ചതാണ്. അതുപോലെ തന്നെ സ്കിൻ ഡോക്ടറിനെ കണ്ടിട്ട് അടക്കം ഞാൻ 1500-2000 ഒക്കെ മുടക്കിയിട്ട് ഞാൻ ക്രീം വെച്ചത്. പക്ഷേ ഈ ക്രീം തേച്ചിട്ട് എനിക്ക് നല്ല മാറ്റം ഉണ്ടായിട്ടുണ്ട്. എന്റെ അടുത്ത് വാങ്ങിയ ആൾക്കാർ പിന്നെയും വാങ്ങുന്നുണ്ട്. അത് മതിയടി, ആ കസ്റ്റമർ മതിയടി. എനിക്ക് 19 ക്രീം ഞാൻ 10-40 ക്രീം വെച്ചിട്ടുണ്ടെങ്കിൽ ആ കസ്റ്റമർ എന്നെ പിന്നെയും മേടിച്ചാൽ മതിയടി. നീ ഉണ്ടാക്കേണ്ടി വല്ലാണ്ട് എന്റെ ക്രീമിനെ കുറിച്ച് പറയുന്നവർത്താണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ കുറെ ലൈസൻസ് ഉണ്ട്, എടാടി നിങ്ങൾ വലിയ പോലീസുകാരാവണ്ടി, എല്ലാത്തിനും അതിൻ്റെതായ കാര്യങ്ങളിലൂടെ എടി ചെയ്യുള്ളൂ. ഓക്കെ. അപ്പൊ അത്രയൊക്കെ പറയുള്ളൂ. പിന്നെ നമ്മൾ ഡ്രസ്സിന്റെ കാര്യമാണ്, ഡ്രസ്സ് ബിസിനസ് ഇറക്കിയിട്ടുണ്ട്. അത് ഞാൻ നാളെ റേറ്റ് ഇടുള്ളൂ. നാളെ എന്റെ ബർത്ത്ഡേ ആണ്. ഇപ്പൊ സമയത്ത് നാളെ എന്റെ ബർത്ത്ഡേ ആണ്. 30/5/92 എന്റെ ഡേറ്റ് ഓഫ് ബർത്ത്. അപ്പൊ നാളെ 30 ഷാജിന്റെ ബർത്ത്ഡേ ആണ്. ഓക്കെ. നാളെ ഷാജിന്റെ ബർത്ത്ഡേ ആണ്. അപ്പൊ ഷാജി കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാനുണ്ട്, മനസ്സിൽ കുറെ കാര്യങ്ങൾ വിചാരിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. നാളെ എന്റെ അല്ലേ ഷാജു? നാളെ അപ്പൊ ഞാൻ ബർത്ത്ഡേ ആയിട്ട് കുറെ കാര്യങ്ങൾ ചെയ്യാം. നിന്നെ പോലെ മറ്റേ എന്താ പറയാ ഗ്രൂപ്പുകളിൽ പിരിച്ചുണ്ടാക്കിയിട്ടല്ലേ ഷാജി ഒറ്റയ്ക്ക് ചെയ്യോടി. ഓക്കെ. അപ്പൊ ഞാൻ പോട്ടടി മോളെ. അപ്പൊ അത്രയൊക്കെ ഉള്ളൂ. അപ്പൊ ഓക്കെ ബൈ. അസ്സലാമു അലൈക്കും. ക്രീമിന്റെ ആൾക്കാർ മെസ്സേജ് കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാവർക്കും റീപ്ലൈ തരാം. അപ്പൊ അത്രയൊക്കെ ഉള്ളൂ. ഓക്കെ ബൈ. യൂട്യൂബ് എന്താ പറയും? യൂട്യൂബ് അത് പഠിച്ചിട്ട് വാ, എന്നിട്ട് ആദ്യം ഇടാൻ നോക്കി. അപ്പൊ എന്താ പറയാ, കുറെ ആൾക്കാർ ഡ്രസ്സിന്റെ കാര്യങ്ങൾ ചോദിച്ചു വിളിക്കുന്നത്. ഡ്രസ്സിന്റെ കാര്യം ഞാൻ ഫ്രീ ആയിട്ടുള്ള ഡ്രസ്സ് കഴിഞ്ഞു. ഇനി വില കുറഞ്ഞിട്ടുള്ള നിങ്ങൾക്ക് നൈറ്റി ടോപ്സ് കാര്യം അതിന് കുറെ ആൾക്കാർ ഞങ്ങളുടെ നാട്ടിൽ ഇത്രയുള്ളൂ എന്നൊക്കെ പറയുന്നത്. അങ്ങനെയുള്ളവർ അവിടെ മേടിച്ചു, എനിക്ക് പ്രശ്നമില്ല. ഞാൻ എന്റെ കുറച്ച് സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ടാണ് ഈ സംഭവം ഷാജി ഇതൊന്ന് തുടങ്ങിക്കൂടുതൽ വാങ്ങാൻ തയ്യാറാണ് പറഞ്ഞുകൊണ്ടാണ് ഷാജിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്റെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, അവർ വാങ്ങും ചെയ്യും ഇടും ചെയ്യും. അത് മതിയടി മോളെ. ഓക്കെ. അപ്പൊ ടാറ്റാ ബൈ ബൈ. നാളെ എന്റെ ബർത്ത്ഡേ ആണ്, എല്ലാവരും സ്റ്റാറ്റസ് ഇടണം. അങ്ങനെയല്ല ചാതു, നാളെ എന്റെ ബർത്ത്ഡേ ആണ്, എല്ലാവരും സ്റ്റാറ്റസ് ഇടണം. എന്താണ് എല്ലാവരും നാളെ എന്റെ ബർത്ത്ഡേ. അങ്ങനെ എന്തോ ഡയലോഗിൽ ഒരു ഇതുണ്ടല്ലോ, സ്റ്റോറി ഇടണം, മെൻഷൻ ചെയ്യണം, എല്ലാം ചെയ്യണം കേട്ടോ. നാളെ ബർത്ത്ഡേ ആണ്, എല്ലാവരും ദുആ ചെയ്യണേ. ആരും സ്റ്റോറി ഇട്ടില്ലെങ്കിൽ വേറെ ഇട്ടില്ല, എനിക്ക് വേണ്ടി ദുആ ചെയ്താൽ. എനിക്ക് എന്റെ മക്കൾക്ക് വേണ്ടി ദുആ. എന്റെ കുറെ ഉമ്മമാരുണ്ട്, അവരെല്ലാവരും എനിക്ക് വേണ്ടി ആയുസ് നീട്ടി കിട്ടാൻ വേണ്ടി